നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. PMC കരാറിൽ ഒപ്പിട്ട സർക്കാർ ഊരാക്കുടുക്കിലോ? പതിവ് ശൈലിയിൽ പ്രതിഷേധിച്ചിട്ട് CPI പിന്നീട് വഴങ്ങും എന്നായിരുന്നു പൊതു കണക്കുകൂട്ടൽ. മുഖ്യമന്ത്രി പിണറായി വിജയനും CPI സംസ്ഥാന സെക്രട്ടറിയും തമ്മിലുള്ള ചർച്ചയോടെ എല്ലാറ്റിനും പരിഹാരമാകുമെന്നും കണക്കുകൂട്ടലും ഉണ്ടായി. പതിവ് വഴക്കം വിട്ട ഉറച്ച നിലപാടാണ് പക്ഷേ ഇക്കുറി ബിനോയ് വിശ്വം സ്വീകരിച്ചത്. ഇടതുമുന്നണിയിലോ മന്ത്രിസഭയിലോ ചർച്ച നടത്താതെ CPIയെ പൂർണ്ണമായും ഇരുട്ടിൽ നിർത്തി നടത്തിയ ഈ ഒപ്പിടൽ തങ്ങളുടെ ഭാഗത്താണ് ന്യായമെന്ന് CPI കരുതുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ലെന്ന വാക്കാലുള്ള ഉറപ്പും ചർച്ച നടത്താതെ ഒപ്പിട്ടതിൽ വീഴ്ചയുണ്ടായി എന്ന് അംഗീകരിക്കുകയും ചെയ്താൽ പ്രശ്നപരിഹാരം ആകും എന്നായിരുന്നു തുടക്കത്തിലെ കണക്കൂട്ടൽ. അതാണിപ്പോൾ അട്ടത്തായിരിക്കുന്നത്. വെളിയം ഭാർഗവനെയും CK ചന്ദ്രപ്പനെയും പോലെ ആർജവമുള്ള നേതാവല്ല ബിനോയ് വിശ്വം എന്ന ആരോപണം CPIക്കുള്ളിലും പുറത്തുമുണ്ട്. ഈ വിമർശനം മറികടക്കുക എന്ന ലക്ഷ്യവും ബിനോയുടെ ഉറച്ച തീരുമാനത്തിന് പിന്നിൽ ഉണ്ടാവണം. ഇതുവരെ എതിർത്ത പദ്ധതി പാർട്ടി കമ്മിറ്റികൾ പോലും ചർച്ച നടത്താതെ ഒപ്പിട്ടതിൽ CPMനുള്ളിലെ എതിർപ്പും CPI കാണുന്നുണ്ട്. ഇടതുമുന്നണി വിടാനൊന്നും CPI ആലോചിക്കുന്നില്ല. പക്ഷേ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതടക്കമുള്ള കടുത്ത നീക്കങ്ങൾ പരിഗണനയിലുമാണ്. ഈ രണ്ടിലൊരാൾ ഇനി വഴങ്ങിയേ മതിയാകൂ. ഒന്നുകിൽ CPM അല്ലെങ്കിൽ CPI. അത് ആര് വഴങ്ങും എന്നാണ് അറിയേണ്ടത്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. കണ്ണൂരിൽ നിന്നും ശ്രീ ജയശീലനാണ് ആദ്യ പ്രേക്ഷകനായി പ്രതികരിക്കാൻ എത്തിയിരിക്കുന്നത്. ശ്രീ ജയശീലൻ, വല്ലാത്തൊരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് സർക്കാർ. CPI തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഈ PMC കരാറിൽ നിന്ന് ഒപ്പിട്ട കരാറിൽ നിന്ന് പിൻവാങ്ങണം. CPM അങ്ങനെ പിൻവാങ്ങാൻ തയ്യാറുമല്ല. ഇനിയിപ്പോൾ ഏതു പാർട്ടി ആര് വഴങ്ങും ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി? ശ്രീ ജയശീലൻ, താങ്കൾ പറഞ്ഞോളൂ. ഹലോ, നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. നമസ്കാരം. ഇത് CPI വഴങ്ങും. കാരണം എന്ന് വെച്ചാല് CPMന്റെ മുൻപിൽ ഇതിനു മുമ്പും പല പറഞ്ഞോളൂ, താങ്കൾ തുടർച്ചയായി പറഞ്ഞോളൂ. ഇത് CPI വഴങ്ങാനാണ് സാധ്യത, മുൻകാലങ്ങളിലെ അനുഭവം വെച്ച്. പക്ഷേ ഇക്കുറി അവർ പൂർണ്ണമായും പറയുന്നതിൽ ഒരു ന്യായമുണ്ട് എന്നാണ് അവർ കരുതുന്നത്. വെച്ചാൽ ഇങ്ങനെ ഒരു സുപ്രധാനമായ കരാർ ഒപ്പിടുമ്പോൾ അത് മന്ത്രിസഭയിൽ 2 തവണ വന്നു. അപ്പോൾ 2 തവണ CPI മന്ത്രിമാർ എതിർപ്പ് ഉന്നയിച്ചപ്പോൾ പറഞ്ഞു നമുക്കത് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി ചർച്ച ചെയ്യാമെന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ PKB ഉള്ള കാലഘട്ടമല്ല ഇപ്പോൾ. വഴങ്ങാൻ സാധ്യതയില്ലെന്നാണ് കാണുന്നത്. അല്ല, അതാ ഞാൻ ചോദിച്ചു. അപ്പോൾ പക്ഷേ വഴങ്ങുമെന്നായിരുന്നു നമ്മളെല്ലാം കരുതിയിരുന്നത്. പക്ഷെ അവരിപ്പോഴും വഴങ്ങാൻ തയ്യാറല്ല, നിൽക്കുകയാണ്. അത് ഒരു പ്രധാനമായിട്ട് കണ്ടാൽ മതി എന്ന് എനിക്ക് തോന്നുന്നത്. 2-3 ദിവസം കൊണ്ട് സംഭവം ഓക്കെ ആകും. അവരുടെ വിട്ടുവഴങ്ങാൻ സാധ്യതയുണ്ട്. ശരി, ഓക്കെ. എന്തായാലും ശ്രീ ജയശീലന്റെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ സബീനയാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ സബീനയ്ക്ക് എന്ത് തോന്നുന്നു? ഈ 2 പാർട്ടികളും അവരുടെ ഭാഗത്തെ ചില ന്യായങ്ങളൊക്കെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് CPIയെ സംബന്ധിച്ച് അവരുടെ പൂർണ്ണമായി ഇരുട്ടിൽ നിർത്തി ഇങ്ങനെ ഒരു കരാർ, അവർ കൂടി പങ്കാളികളായ ഒരു മുന്നണിയും സർക്കാരും ഭരിക്കുന്ന ഒരിടത്ത് ഇങ്ങനെ ഒരു കരാർ ഒപ്പിട്ടതിൽ അവർ അപമാനിതരായി എന്ന തോന്നൽ അവർക്കുണ്ട്. ഇനിയിപ്പോൾ ആര് വഴങ്ങി ഈ പ്രശ്നം പരിഹരിക്കപ്പെടും? ഇപ്പോ ആര് വഴങ്ങണം എന്നുള്ളതാണെങ്കിൽ, ആര് വഴങ്ങും എന്നുള്ളതിനേക്കാളും അത് നമുക്കറിയില്ല. പക്ഷെ ആര് വഴങ്ങണം എന്നിട്ടാ CPM വഴങ്ങണം എന്നായിരിക്കും എനിക്ക് അഭിപ്രായമുള്ളത്. കാരണം ഇവരുടെ ഇത് മിസ്റ്റേക്ക് നോക്കുമ്പോൾ CPMന്റെ ഭാഗത്താണ് ഒരു വലിയൊരു ഫോൾട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അവരത് വഴങ്ങിക്കൊണ്ട്, എന്നുവെച്ചാൽ ഇതിപ്പോ MOU വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും വിത്ത്ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പൊ വിത്ത്ഹോൾഡ് ചെയ്തിട്ട് അവർ ഓൾറെഡി പറയുന്നുണ്ട് ഒരു ഡിലേഡ് ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ ഒരു ഗ്രാജുവൽ ഇംപ്ലിമെന്റേഷൻ. അത് ചിലപ്പോൾ അടുത്ത ഇലക്ഷൻ വരെ ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും CPM അതിനോട് കുറച്ചുകൂടെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലൂടെ ഇത് അവരെ പറഞ്ഞ്, അല്ലെങ്കിൽ ഈ ഇംപ്ലിമെന്റേഷൻ കുറച്ച് ഡിലേ ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ സൈൻ ചെയ്ത MOU ഒന്ന് വിത്ത്ഹോൾഡ് ചെയ്തുകൊണ്ട് ഒരു ചെറിയൊരു അപ്രോച്ച് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ, ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വെച്ചിട്ട് CPI ചിലപ്പോൾ വഴങ്ങിയേക്കാം. അതിന് ആദ്യം CPM തന്നെ കോംപ്രമൈസിലേക്ക് പോകണം എന്നുള്ളതാണ്. ഇതിന്റെ വേറെ ഒരുപാട് പൊളിറ്റിക്കൽ സൈഡ് ഉണ്ടെങ്കിലും ഇവർക്ക് അടുത്തൊരു ഇലക്ഷൻ ഫേസ് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഇവർക്കൊരു കോംപ്രമൈസ് ഈ CPMന്റെ ഭാഗത്തുനിന്ന് വരുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ CPI എന്ന് പറയുന്നത് ഓവറായിട്ട് അവര് ഒരുപാട് താഴ്ന്നു പോകുന്നതായിട്ട് ജനങ്ങൾക്കിടയിൽ ഒരു വല്ലാത്തൊരു ഫീൽ ഉണ്ടാവും. അപ്പൊ CPI ഒന്നിനും കൊള്ളാത്തൊരു പാർട്ടിയാണ് എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. അപ്പൊ അത് അവർക്ക് ഈ ഒരു കണ്ടീഷണൽ വേയിൽ പോകാനുള്ള, എന്ന് വെച്ചാൽ പുറത്ത് നിന്നുകൊണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാവാം.
ഇപ്പോൾ ഉള്ള ഒരു അൺകണ്ടീഷണൽ വേ വിട്ടിട്ട് കണ്ടീഷണൽ ആകും അവര്. എന്ന് വെച്ചാൽ അവര് നേരിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുകയും എന്നാൽ പുറത്ത് നിന്നുകൊണ്ടുള്ള ഒരു സപ്പോർട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്തായാലും അവരിപ്പോ പാർട്ടി വിട്ട് പോകുമോ എന്ന് ചോദിച്ചാൽ അതിന് ചാൻസ് ഒരു 80% കുറവാണ്. മുന്നണി വിട്ട്, അതെ, ഈ മുന്നണി വിട്ട് അവർ വേറൊരു ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് 80% കുറവാണ്. പക്ഷെ ഒരു 20% ചാൻസ് അവിടെ കിടപ്പുണ്ട്. ബിക്കോസ് അടുത്ത് ഒരു ഇലക്ഷൻ വരുന്നുണ്ട്, പിന്നെ ഒരു പഞ്ചായത്ത് ഇലക്ഷനും മുന്നിലുണ്ട്. അപ്പൊ ഇത് കണ്ടുകൊണ്ട് ഭരിക്കുന്ന പാർട്ടി എന്ന് വെച്ചാൽ ഒരു ഡോമിനേഷൻ ഉള്ളത് CPM-നാണ്. അപ്പൊ CPM ഇപ്പൊ ഇത്രയും ദിവസം അവർ ഒരേ ലെവലിൽ തന്നെ അവർ പിടിച്ചു നിൽക്കുന്നുണ്ട്, ഇതിൽ നിന്ന് പിന്നോട്ട് പോകാതെ. അപ്പൊ CPM ഇതിന് എന്തെങ്കിലും ഒരു കോംപ്രമൈസിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് ബെറ്റർ വേ എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, സബീനയുടെ അഭിപ്രായം വളരെ പൊളിറ്റിക്കലായി വളരെ സാധ്യതയുള്ള വിഷയങ്ങൾ അത്രത്തോളം വിശകലനം ചെയ്ത് തന്നെ വളരെ ഗൗരവത്തോടു കൂടി നടത്തിയ ഒരു അഭിപ്രായ പ്രകടനമായി തന്നെ കണക്കാക്കേണ്ടി വരും. കാരണം രണ്ട് പാർട്ടിയും ഇപ്പോൾ എടുത്തിരിക്കുന്ന സ്വീകരിച്ച നിലപാട് CPIക്ക് അവരുടെ അഭിമാന പ്രശ്നം, CPM അങ്ങനെ പ്രശ്നം പരിഹരിക്കാമെന്നുള്ളതെല്ലാം ആഴത്തിൽ തന്നെ ചിന്തിച്ച് നടത്തിയ ഒരു അഭിപ്രായ പ്രകടനം, മികച്ച അഭിപ്രായ പ്രകടനം തന്നെയായിരുന്നു ശ്രീ സബീന. എന്തായാലും പ്രത്യേകം നന്ദി. താങ്കൾ തുടർന്നും വിളിക്കുക ഇത്തരം വിഷയങ്ങളിലൊക്കെ. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സർ നമസ്കാരം. നമസ്കാരം. ഈ കാര്യത്തിൽ CPM തന്നെ വഴങ്ങേണ്ടി വരും സർ. കാരണം CPIയെ സംബന്ധിച്ച് മുൻ പ്രേക്ഷക പറഞ്ഞ പോലെ അവർ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമായി. അപ്പോൾ അതിൽ നിന്ന് അവർ പിന്മാറാൻ യാതൊരു ചാൻസും ഇല്ല. അവർ ഉറച്ചു തന്നെ നിൽക്കാനാണ് സാധ്യത. അവർക്ക് 10-20% ചാൻസേ ഉള്ളൂ മറ്റൊരു മുന്നണിയിൽ. പക്ഷെ എങ്കിലും അവർ അതിന് തന്നെ തയ്യാറാവും CPM വഴങ്ങുന്നില്ലെങ്കിൽ. പിന്നെ CPM പറയുന്നത് ഞങ്ങൾ ഫണ്ട് മേടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്. ഫണ്ട് അങ്ങനെ ഇങ്ങ് കൊടുക്കാൻ എവര് ഭരിക്കും പോലെ ഒരു കഥയും കാര്യവും ഇല്ലാതെ ഭരിക്കുന്ന സർക്കാരാണോ ഈ ഫണ്ട് കൊടുക്കേണ്ടത്? അപ്പൊ അതൊക്കെ ജനങ്ങളെ കബളിപ്പിക്ക് CPI അഗാധമായി വിശ്വസിക്കുന്നു. ബാലകൃഷ്ണൻ, അങ്ങനെ ഫണ്ട് കൊടുക്കുന്നതിന് വ്യവസ്ഥയൊക്കെ വെക്കുക എന്ന് പറയുന്നത് ഒരുമാതിരി ആളുകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള കടന്നുകയറ്റവും ഈ പറയുന്ന പോലെ ഒരു ചട്ടമ്പിത്തരം എന്നൊക്കെ പറയുന്ന പോലത്തെ പരിപാടിയല്ലേ? അത് ജനറൽ ആയിട്ടുള്ള ഫണ്ടല്ലേ? ഇത് വിദ്യാഭ്യാസ മേഖലക്ക് മാത്രം വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഫണ്ട് കൊടുക്കുന്നത് എന്തായാലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സംവിധാനങ്ങളും നിലവാരവും ഒക്കെ ഉള്ള സംസ്ഥാനമല്ലേ കേരളം. ആ കേരളത്തെ ഇനി കേന്ദ്രം വന്ന് വിദ്യാഭ്യാസ നിലവാരത്തിൽ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അല്ല, അത് ധാർഷ്ട്യമല്ലേ? അങ്ങനെ അത് ധാർഷ്ട്യമൊന്നുമല്ല, കേരളത്തിന്റെ അഭിമാനമാണ്, കേരളത്തിന്റെ ചരിത്രം അതാണ്. കേരളം വിദ്യാഭ്യാസ മേഖലയിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എന്നോ മുന്നിലാണ്. അത് കേരളത്തിൽ മാറി മാറി ഭരിച്ച മുന്നണികളൊക്കെ അക്കാര്യത്തിൽ വലിയ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. കേരളത്തിന്റെ നവോത്ഥാന കാലം മുതൽ അതിന്റെ സംഭാവനകളുണ്ട്. അത് കേരളത്തിൽ മാറി മാറി ഭരിക്കുന്ന സർക്കാരുകൾക്ക് മുമ്പേ അത് പാരമ്പര്യമുണ്ട് വിദ്യാഭ്യാസം കേരളത്തിന്. പിന്നെ സാർ കേൾക്കാമോ? കേൾക്കാം. കേരളത്തിന്റെ പുരോഗമനത്തിന്റെ അസ്തിത്വം എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ പോയി മണനാട്ടിൽ പോയി അധ്വാനിച്ചത് കൊണ്ടാ. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതൊന്നുമല്ല ശ്രീ ബാലകൃഷ്ണൻ. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ നേട്ടം എന്ന് പറയുന്നത് വിദേശകാര്യത്ത് പോയി അധ്വാനിച്ചിട്ടൊന്നുമല്ല. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല, കേരളത്തിൽ എല്ലാ വിഭാഗം മനുഷ്യരും വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉണ്ടായിരുന്നു. അത് നവോത്ഥാന കാലഘട്ടം മുതൽ തുടങ്ങുന്നതാണ്. അയ്യങ്കാളിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും എല്ലാം കാലം മുതൽ തുടങ്ങുന്നതാണത്. അതിനുശേഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്ന് അതിന് പുതിയൊരു മാനം നൽകുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷം വന്ന UDF സർക്കാരുകളും LDF സർക്കാരുകളൊക്കെ വലിയ സംഭാവന ചെയ്തിട്ടുണ്ട്. അവരോടാണ് ഉത്തർപ്രദേശിലെയും ഗുജറാത്തിലെയും ഒക്കെ വിദ്യാഭ്യാസം കാണിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ കണ്ടു പഠിക്കൂ എന്ന് പറയുന്നത്. കഴിഞ്ഞോ സാർ? അങ്ങനെയാണെങ്കിൽ 35 കൊല്ലം സാർ കഴിഞ്ഞോ? താങ്കൾ പറഞ്ഞോളൂ. കഴിഞ്ഞോ പറയട്ടെ. താങ്കൾ ബംഗാളിലേക്ക് പോകട്ടെ, കേരളത്തിൽ നിന്ന് പറയൂ. 35 കൊല്ലം കണ്ടിന്യൂ ബംഗാൾ ഭരിച്ചിട്ട് എന്തേ വികസനം ഇല്ലാത്തത്? ബംഗാളിലെ കാര്യമല്ലല്ലോ ഇവിടെ പറഞ്ഞത്. കേരളത്തോട് വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾ ഇങ്ങനെ മാതൃകയാവൂ എന്ന് പഠിപ്പിക്കാൻ തക്ക യോഗ്യതയുള്ള സംസ്ഥാനങ്ങളൊന്നും എന്തായാലും തൽക്കാലം ഇന്ത്യയിലില്ല. 35 കൊല്ലം കണ്ടിന്യൂ ഭരിച്ചിട്ട് താങ്കൾ എപ്പോഴും താങ്കൾക്ക് ഈ BJP അഭിപ്രായം വെച്ചിട്ട് അതിനെ ഒത്തു പറയുക എന്നുള്ളതല്ലാതെ കേരളത്തിന്റെ വിദ്യാഭ്യാസ കാര്യത്തിൽ എന്തായാലും കേരളത്തെക്കാൾ മെച്ചപ്പെട്ട ഒരു സംസ്ഥാനം താങ്കൾ കാണിക്കൂ, ചൂണ്ടിക്കാണിക്കൂ. നമ്മളെക്കാൾ പാരമ്പര്യമായി മെച്ചപ്പെട്ട ഒരു സംസ്ഥാനമാണ്, ചൂണ്ടിക്കാണിക്കൂ. ഫണ്ട് കൊടുക്കുന്നവരെ തലയിൽ ആള് വാർക്കാപ്പില്ലാത്ത ആളൊന്നുമല്ല. ശിവൻകുട്ടി സാറ് പറയും പോലെ ഞങ്ങൾ ഫണ്ട് ഒപ്പിട്ടതാ ഫണ്ടിങ് മേടിക്കുക, അങ്ങനെ ഫണ്ടിങ് കൊടുക്കൊന്നുമില്ല. അതാ പറഞ്ഞത്, അങ്ങനെ ഫണ്ട് കൊടുക്കാതിരിക്കുന്നത്, ആ ഫണ്ട് കൊടുക്കാതിരിക്കുന്നതിന്റെ കാര്യത്തെ കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കൃത്യമായ കണക്ക് അവതരിപ്പിക്കാത്തത് കൊണ്ടാണ് കണക്ക് ഒന്നും അല്ലെന്ന്. കണക്കൊന്നും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. കണക്കൊന്നും കേരളം വൃത്തിയായിട്ട് കാശി എല്ലാ മേഖലയിലും കണക്ക് പറഞ്ഞാലേ ഫണ്ട് കൊടുക്കൂ, അല്ലാതെ ഫണ്ട് ഇത് അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഫണ്ടൊന്നും അല്ല ശ്രീ ബാലകൃഷ്ണൻ. ഞാനും ബാലകൃഷ്ണനൊക്കെ നികുതി കൊടുക്കുന്ന പണമാണ്, അല്ലാതെ അവർക്ക് തോന്നിയ പോലെ തീരുമാനിക്കാനുള്ള പണമൊന്നും അല്ല ഇത്. അല്ലാതെ അവർക്ക് തോന്നിയ പോലെ തീരുമാനിക്കാനുള്ള പണമൊന്നും അല്ല. ഞാനും ബാലകൃഷ്ണനൊക്കെ നികുതി കൊടുക്കുന്ന പണമാണ്. സ്വീകരിക്കുന്നുണ്ട്, അതിനുള്ള മേൽ നടപടികളുണ്ട്, കോടതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കോടതി കേസിലാണല്ലോ. ഒരു ഗവൺമെന്റ് സാധ്യമല്ല, കേന്ദ്ര ഗവൺമെന്റ് സാധ്യമല്ല. ശരി, എന്തായാലും കേന്ദ്ര ഗവൺമെന്റിന്
കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ എന്തായാലും കേരളം ഉയർത്തിക്കാട്ടുന്ന നേട്ടങ്ങൾ അല്ലെങ്കിൽ കേരളത്തിന്റെ പരമ്പരാഗതമായ നേട്ടങ്ങൾ അങ്ങനെ പറയാൻ കഴിയുന്ന സംവിധാനങ്ങളൊന്നും എന്തായാലും ഇതുവരെ ഇല്ലല്ലോ. അത് അങ്ങനെ പരമ്പരാഗതമായി നടക്കുന്ന നേട്ടങ്ങൾക്ക് ഞങ്ങൾ ഫണ്ട് കിട്ടാൻ വേണ്ടി ഒപ്പിട്ടാൽ അങ്ങനെ ഫണ്ട് വാരിക്കോരി കൊടുക്കാൻ തലയിൽ ആള് പാർപ്പില്ല സർക്കാരല്ല ഭരിക്കുന്നത്. ആള് പാർപ്പില്ല സർക്കാരിലെ രാജ്യം ഭരിക്കുന്നത്. ശരി, ഓക്കെ, മനസ്സിലായിക്കൊള്ളണം. താങ്കൾ അങ്ങനെ കരുതിക്കോളൂ. ശരി, ഈ മുന്നണി അത് മനസ്സിലാക്കിക്കൊള്ളണം. തലയിൽ ആള് താമസമില്ലാത്ത സർക്കാരല്ല രാജ്യം ഭരിക്കും. രാജ്യത്തെ ആള് താമസം ഇല്ലാത്തവരാണെന്ന് ഞാൻ പറഞ്ഞില്ല. അവർക്ക് ആള് താമസമൊക്കെ ഉണ്ട്. പക്ഷേ വേറെ തരത്തിൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് മാത്രമാണ് ഇവര് 360 ദിവസം പ്രസംഗിക്കുന്നതായിട്ട് കേന്ദ്രം ഞെരിക്കുന്നു. ഇവർക്ക് ഭരിക്കാൻ അറിയില്ല. പിടിപ്പുകൊണ്ട് സംഭവിക്കുന്ന ഇതൊക്കെ. ശരി, കേരളത്തിൽ അർഹതപ്പെട്ട പണം തടഞ്ഞു വെച്ചിട്ട് ആ കാര്യത്തിൽ ഇവർക്ക് ഭരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ മതിയോ? ശരി ബാലകൃഷ്ണൻ. ശരി, ശ്രീ ബാലനാണ് പാലക്കാടും. ശ്രീ ബാലൻ, താങ്കൾക്ക് തോന്നുന്നു കേരളത്തിൽ ഈ CPM CPI രണ്ട് നയപരമായ ഒരു വിഷയത്തിലാണ് തർക്കം. ഈ തർക്കത്തിൽ ഏതെങ്കിലും ഒരു കക്ഷി വിട്ടുവീഴ്ച വരുത്താതെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ആര് വിട്ടുവീഴ്ച ചെയ്യാനാണ് സാധ്യത? കിരൺ ഭായി നമസ്കാരം. നമസ്കാരം. നമ്മൾ വിളിച്ചിട്ട് 2 മാസമല്ലേ, അപ്പൊ വിളിക്കാന്ന് വിചാരിച്ചു. ശരി, ഓക്കെ, എന്തായാലും സന്തോഷം വിളിച്ചതിൽ. അതായത് CPM ഒന്ന് വഴങ്ങണതാണ് നല്ലത്. കാരണം ഒരു 9-9.5 കൊല്ലായല്ലേ ഈ പാവങ്ങൾ ഈ ആട്ടും തുപ്പും കെട്ടി കാലിന്റെ ഒട്ടി കിടന്ന് ചവിട്ടി കളിക്കുന്നത്. ഇക്കാര്യത്തിനെങ്കിലും ഒന്ന് അവർ ജയിച്ചോട്ടെ. ആ കാനം രാജേന്ദ്രന്റെ കാലത്ത് തന്നെ ജോസ് മോനെ മുന്നണിയിലേക്ക് എടുക്കുക, INL മുന്നണിക്ക് എടുക്കുന്നതിനെ ശക്തമായി എതിർക്കുക. അതുപോലും നടക്കാതെ പോയിരിക്കുന്ന കാര്യത്തിൽ ഇക്കാര്യങ്ങൾ നടന്നോട്ടെ. കാരണം അവർക്കൊക്കെ ഒരു ദേശീയ പാർട്ടി എന്നുള്ള പദവി പോലും നഷ്ടമായിരിക്കുന്ന സമയമല്ലേ. ഒരു പ്രാദേശിക പാർട്ടി എന്ന് എനിക്ക് ഇവിടെയെങ്കിലും പിടിച്ചു നിൽക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചന്ദ്രപ്പനോ ഒരു വെളിയം ഭാർഗവന്റെ ഒരു 7 അയലത്ത് പോലും ഈ സെക്രട്ടറി വരുന്നില്ല. ഒരു ആക്റ്റീവായ സെക്രട്ടറി എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഇക്കാര്യത്തിലും ഒന്ന് ജയിച്ചു കഴിഞ്ഞാൽ CPM ഗുണമാണ്. കാരണം തരത്തിൽ CPM ഉടക്ക് വെച്ച് കഴിഞ്ഞാൽ ഗുണം കുഴപ്പം എന്താ വെച്ചാൽ 2 ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട്. ഒരു മുന്നണി വിട്ടു പോകാനൊന്നും പോകുന്നില്ല. പക്ഷെ വോട്ട് ഭിന്നിച്ചു കഴിഞ്ഞാൽ പണ്ട് ആരോ പറഞ്ഞ പോലെ ഈ മണ്ണും കാര്യം പെണ്ണു കൊണ്ടുപോയി എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് എത്തും. CPM-നാണെങ്കിൽ ഈ BJP CPM ഒരു ഡീല് എന്നുള്ളൊരു ചീത്തപ്പേരല്ല, വേണമെങ്കിൽ ഭാഗ്യമായിട്ടുണ്ടെന്നാണ് പറയാം. അത് കുറച്ചെങ്കിലും ഒന്ന് മാറ്റിയെടുക്കാനും കഴിയും. അത്ര എനിക്ക് പറയുള്ളൂ. ഓക്കെ, ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ ബാലൻ. ശ്രീ തങ്കച്ചനാണ് കോട്ടയത്ത് നിന്നാണ്. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത്തരമൊരു പ്രതിസന്ധി സാധാരണഗതിയിലൊക്കെ CPIയുടെ ഒരു എതിർപ്പ് വന്നു, അതിനുശേഷം ഒരു സമവായമൊക്കെ വന്നു, അങ്ങനെ പോകും എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അതെല്ലാം കടന്നിപ്പോൾ CPI ഉറച്ച നിലപാടിൽ നിൽക്കുകയാണ്. വിനയവിശ്വം പണ്ടൊക്കെ എങ്ങനെയാണോ പഴയകാല നേതാക്കളും വിജയവിശ്വത്തുമായി താരതമ്യം ചെയ്ത് അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണം അതൊക്കെ പരിഹരിക്കത്തക്ക ഒരു നിലപാടിൽ കൂടി നിൽക്കുകയാണ്. ഇതിപ്പോൾ ഒടുവിൽ ആര് വിട്ടുവീഴ്ച ചെയ്യും? നമസ്കാരം സാറേ. നമസ്കാരം. എനിക്ക് തോന്നുന്നത് ഇത് ഒരുമാതിരി ഈ അനിയം ബാബ ചേട്ടൻ ബാബ കളിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവരാരെങ്കിലും വഴങ്ങാതെ ഈ കാര്യത്തിന് നീക്കമൊക്കെ ഉണ്ടായതല്ല. പക്ഷേ CPI വഴങ്ങിക്കഴിഞ്ഞാൽ CPI ആത്മഹത്യപരമായ ഒരു നീക്കിലെ രാഷ്ട്രീയപ്പോക്ക് പോകുന്നു. അന്നപ്പോൾ ഒരു നാഷണൽ എഡ്യൂക്കേഷനിൽ നമ്മുടെ മന്ത്രി പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വാർത്താ സമ്മേളനത്തിൽ കണ്ടായിരുന്നു. മന്ത്രി പറഞ്ഞിരിക്കുന്ന പട്ടികവർഗക്കാർക്കുള്ള 5 ലക്ഷം പേർക്കും മൂകരും വികൃതർക്കുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. സാർ ഒരു പേപ്പർ വായിക്കുന്ന ആളാണ് ഞാൻ മനസ്സിലാക്കുന്നത്, നല്ലപോലെ വായിക്കുന്ന ആളാണ്. അതായത് 1/9/2023 ഒരു മാതൃഭൂമിയിലെ വാർത്തയുണ്ട്. പട്ടികജാതി ഗവേഷണ മാസങ്ങളിലെ ഫെലോഷിപ്പിന് ഗവേഷക വിദ്യാർത്ഥികൾക്ക് അഭിഷേകർ വിദ്യാർത്ഥി കയ്യിൽ നിന്നും ചില്ലിക്കാശ് പോലും കിട്ടാതെ അവർ 11 മാസത്തെ ഫെലോഷിപ്പ് കിട്ടാതെ അവർ പുറത്തു പോയ സംഭവമുണ്ട്, സ്വയം രാജിവെച്ച്. ഈ കാര്യങ്ങൾക്ക് എഡ്യൂക്കേഷനിൽ വരുന്നതാണെന്ന് എന്റെ ഒരു. അപ്പൊ ഇതൊന്നും നടപ്പാക്കാത്ത ഈ സർക്കാർ എന്തുകൊണ്ടാണ് ഈ ഇടതുപക്ഷ സർക്കാർ ഇതിനെക്കുറിച്ച് എഡ്യൂക്കേഷനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത്? കാരണം ഇവർക്ക് പറയാനുള്ള യോഗ്യതയില്ല. 11 മാസം നമ്മൾ 2300 അല്ല 24,300 എനിക്ക് തോന്നുന്നത് എന്റെ ഫെലോഷിപ്പ് കിട്ടുന്നത്. 350 കൃത്യമായ കണക്ക് എന്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ കഴിയുന്നില്ല. ഞാൻ കൃത്യം പറയും 1/9 മാതൃഭൂമി വന്ന വാർത്തയത്. ഓക്കെ, താങ്കൾ പറഞ്ഞത് ശരിയാണെങ്കിൽ അത് ഗൗരവമുള്ള വിഷയം തന്നെയാണ്. അതിന്റെ കണക്ക് കൃത്യമായി അറിയാതെ എനിക്കിപ്പോൾ തൽക്കാലം അതിൽ പ്രതികരിക്കാൻ കഴിയുന്നില്ല. ശരി, CPM-നെ പോലൊരു പാർട്ടികൾ ഇത്രയും നിലപാടെടുക്കും തെറ്റ. കാരണം തൊഴിലാളികളൊക്കെ കൂടുതൽ സംസാരിക്കുന്ന ആളാണ്. അവരെ ഈ വിദ്യാർത്ഥികളെയൊക്കെ ഇതുപോലെ അടിച്ചിറക്കി ഇന്നിപ്പം നമുക്ക് കണ്ടില്ല CPI നടത്തുന്ന മണ്ണൂത്തിലൊക്കെ സമരം നടത്തുന്നത്. ഇതൊക്കെ പകരം വീട്ടിൽ മാത്രമേ ഉള്ളൂ സാറേ ഇതൊക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ തങ്കച്ചൻ. നമുക്ക് യൂട്യൂബിലെ ചില കമന്റുകൾ കൂടി വേഗത്തിൽ വായിക്കേണ്ടതുണ്ട്. CPI മുട്ടുമടക്കും, വേറെ വഴിയില്ല പാവങ്ങൾക്കെന്ന് പറയുന്നു. വിജയൻ മാധവൻ ഇരക്കത്താണ് അത് പറയുന്നത്. ഷിജു കിരിയത്ത്, നമസ്കാരം കിരൺ, സുഖമാണോ എന്ന് ചോദിക്കുന്നു. ഐ ഡു റിമെമ്പർ ദി ഡേയ്സ് യു വെയർ ഇൻ കേരള കൗമുദി എന്ന് പറയുന്നു. അതെ, ഷിജു കിരിയത്ത് കേരള കൗമുദിയിലായിരുന്നു ദീർഘകാലം മാധ്യമ പ്രവർത്തനം നടത്തിയിരുന്നത്. കേരള ഡൽഹി ബ്യൂറോയിലായിരുന്നു.
ശ്രീ രവി ഉഷസ് പറയുന്നു, അല്ല പിന്നെ സബീനയ്ക്കൊരു ഷാജി ഭാസ്കരൻ സബീനയുടെ അഭിപ്രായത്തിനൊരു തമ്പൊക്കെ ഇട്ടിരിക്കുന്നു. ജയകുമാർ, നമസ്കാരം, CPIയും പിണറായിക്കും ഒപ്പം കാവിക്കൊടി പിടിക്കാനാണ് സാധ്യത എന്ന് ജയകുമാർ പറയുന്നത്. ഇച്ചിരി കടന്നു കൈയായി പോയില്ലേ ശ്രീ ജയകുമാർ? ദിനേശൻ VK, രാഷ്ട്രീയ കള്ളന്മാർ കേരളം കട്ടുമുടിക്കുന്നു എന്ന് പറയുന്നു. കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് ബാലകൃഷ്ണൻ്റെ പാർട്ടിക്ക് ഒരു പങ്കുമില്ല എന്ന് ഷാജി ഭാസ്കരൻ ചൂണ്ടിക്കാണിക്കുന്നു. ജയകുമാർ, ഫണ്ട് വാങ്ങിയാൽ എന്തെല്ലാം നടപ്പാക്കണമെന്ന് നിരീക്ഷിക്കാൻ 2 പേര് ഫണ്ടിൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് ജയകുമാർ പറയുന്നു. ബാലകൃഷ്ണൻ ബി ജെ പിയുടെ ഓഫീസിൽ നിന്നല്ല പണം ചോദിച്ചത് എന്ന് ഗൗതം M ചൂണ്ടിക്കാണിക്കുന്നു. ഗൗതം M പറയുന്നു, ബാലകൃഷ്ണൻ BJPയുടെ ഓഫീസിൽ നിന്ന് പണം ചോദിക്കാനെങ്കിൽ തരില്ല എന്ന് പറയാം. കമൻറ്റ് വായിക്കണമെന്നൊക്കെ ഗൗതം ആവശ്യപ്പെടുന്നുണ്ട്. ഗൗതത്തിൻ്റെ കമൻറ്റ് വായിച്ചു എന്ന് കരുതുന്നു. അവർ അനുജ ബന്ധമുള്ള പാർട്ടിയാണ്, അതുകൊണ്ട് ഈ ബന്ധം അങ്ങനെ മുറിക്കാൻ പറ്റില്ല, ഒരു മാധ്യമങ്ങളും ശ്രമിച്ചാൽ. പക്ഷേ മാധ്യമങ്ങളൊന്നും അല്ല ഗൗതം ശ്രമിക്കുന്നത്, മാധ്യമങ്ങളാണോ നിങ്ങളുടെ ബന്ധം മുറിക്കാൻ ശ്രമിക്കുന്നത്? പരസ്യമായി വന്ന അഭിപ്രായം പറയുന്നത് 2 പാർട്ടിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളല്ലേ, എന്നിട്ട് അതിനും പഴി മാധ്യമങ്ങളുടെ തലയിൽ തന്നെ വെക്കേണ്ട കാര്യമുണ്ടോ ഗൗതം? ചില കാര്യങ്ങളിലേക്കൊക്കെ മാധ്യമങ്ങൾ കുറ്റപ്പെടുത്തൽ അതിന് അർഹതയുണ്ടാവും, പക്ഷേ എല്ലാറ്റിനും മാധ്യമങ്ങൾ മാത്രമാണെന്ന് പറയണം. ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കുന്നത് നല്ലതായിരിക്കും. ശ്രീ ദിനേശൻ VK, ഒരു പണിയും എടുക്കാതെ പൊതുജനത്തെ പറ്റി ജീവിക്കുന്ന രാഷ്ട്രീയ നപുംസകങ്ങൾക്ക് നമോഭാഗം. ശ്രീ ദിനേശൻ VK, അതൊരു കടുത്ത സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ രാഷ്ട്രീയത്തിൽ നിൽക്കുക, അതിനകത്ത് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മറ്റേത് മേഖലയിൽ പണിയെടുക്കുന്നതിനേക്കാളും കൂടുതൽ പണിയെടുക്കേണ്ടി വരുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് പണിയില്ല എന്ന് ഒരിക്കലും കരുതുക, അത് താങ്കളുടെ ഒരു വിലയിരുത്തലിലെ ഒരു വീഴ്ചയായിട്ട് മാത്രമേ അത് കാണാൻ കഴിയൂ. അത് ചെറിയൊരു പഞ്ചായത്ത് മെമ്പർ ആയിക്കോട്ടെ, രാവിലെ വീട്ടിൽ കിടന്ന് സ്വസ്ഥമായി ഉറങ്ങാൻ പോലും കഴിയില്ല. അന്നേരം മുതൽ ആളുകൾ ഓരോരോ പ്രശ്നങ്ങളുമായി വരും, അതിനെല്ലാം പോകണം. പിന്നെ ഏത് വീട്ടിൽ എന്ത് ചടങ്ങുണ്ടായാലും മറ്റുണ്ടായാലും അതിനെല്ലാം പോകണം. തർക്കമുണ്ടെങ്കിൽ പരിഹരിക്കാൻ പോകണം. തർക്കം പരിഹരിച്ചാൽ സ്വാഭാവികമായും ഒരാളുടെ ചീത്ത കേൾക്കേണ്ടി വരും. ന്യായം ഒരാളുടെ പറഞ്ഞാൽ മറുഭാഗത്ത് ചീത്ത കേൾക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നവരാണ്. അതിന് ഏത് രാഷ്ട്രീയ പ്രവർത്തകരായാലും അങ്ങനെയാണ്. ചില മാധ്യമങ്ങൾ ഇതിന് കൊട്ടേഷൻ പണിയാണ് എടുക്കുന്നത്, കോൺഗ്രസിലേക്ക് എത്തിക്കാൻ വേണ്ടി CPI മാധ്യമങ്ങളുടെ വ്യാമോഹം തന്നെയായിരിക്കും ഗൗതം പറയുന്നു. ഗൗതം ഇങ്ങനെ സ്ഥിരമായി എല്ലാറ്റിനും മാധ്യമങ്ങളെ പറഞ്ഞതുകൊണ്ട് മാധ്യമങ്ങളല്ല ഇതൊന്നും തീരുമാനിക്കും. മാധ്യമങ്ങൾ പറഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും പോകാൻ നിൽക്കുന്ന അത്ര മണ്ടന്മാരൊന്നും അല്ല കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെന്ന് തിരിച്ചറിയാൻ സാമാന്യമായി എല്ലാ മനുഷ്യരും തിരിച്ചറിയാവുന്ന ഒന്ന് തന്നെയാണ്. ശ്രീ റെജിയാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ റെജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതിൽ ഏത് പാർട്ടി വിട്ടുവീഴ്ച ചെയ്യാനാണ് സാധ്യത? എവിടെയെങ്കിലും ഒരു വിട്ടുവീഴ്ചയില്ലാതെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ തൽക്കാലം നിർവാഹവുമില്ല. 2 കൂട്ടരും വിട്ടുവീഴ്ച, 2 പേരും ജനങ്ങളെ ചുമ്മാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതാണ്. കാര്യം ഇടതുപക്ഷം പറയുമ്പോഴത്തേക്ക് ഇടതുപക്ഷത്തിന്റെ വിദ്യാഭ്യാസ നയത്തിന് വേണ്ടിയായി എടുക്കുന്ന ഈ ഫണ്ട് ഈ LDF ഗവൺമെന്റ് അവസാന നാളിലേക്ക് എത്തുമ്പം സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ട് പല മേഖലയും കൈകാര്യം ചെയ്യാൻ സർക്കാർ ബുദ്ധിമുട്ടുകയാണ്. CPIക്ക് വീണ് കിട്ടിയ ഒരു അവസരം അവരുടെ രാഷ്ട്രീയം ഒന്നുകൂടെ ഉറപ്പിക്കാവുന്നുള്ള ഒരു സങ്കല്പം മാത്രമേ ഉള്ളൂ. ഇത് ജനങ്ങൾ കാണുമ്പോൾ ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഫണ്ട് വാങ്ങിച്ചിട്ട് ഒരു എഗ്രിമെന്റിൽ നമ്മൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് ഇവർക്ക് വേണ്ടി മാത്രം ഞങ്ങൾ അത് ചെയ്യല ഇത് ചെയ്യല എന്നൊക്കെ പറയുന്നത് ജനങ്ങളെ കളിപ്പിക്കുക. എഗ്രിമെന്റ് വന്നാൽ ആ എഗ്രിമെന്റും പ്രകാരം മാത്രമേ ഏത് കാര്യം ചെയ്യാനൊക്കെ. അതുകൊണ്ട് CPI വഴങ്ങുകയും ചെയ്യും, CPM അതിൻ്റെതായുള്ള തന്ത്രപരമായ കാര്യങ്ങളിലൂടെ എത്തിക്കുകയും ചെയ്യും. ഒന്നും സംഭവിക്കാനില്ല. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ വർഗീസാണ്, പെരുമ്പാവൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ വർഗീസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത്തരമൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് LDF, ഇതിനൊരു പരിഹാരം ഉണ്ടായേ മതിയാവൂ. എങ്ങനെയായിരിക്കും ഒരു പരിഹാരം ഉണ്ടാവുക? അല്ല, ഇതിന്റെ എല്ലാം കാരണക്കാരനായ കേന്ദ്ര ഗവൺമെന്റാണ് നമ്മൾ ഇതിനകത്ത് മുഖ്യ പ്രതിയായിട്ട് നിർത്തുന്നത്. കാരണം ഇവിടുത്തെ ഇവർ തമ്മിലുള്ള വിഷയം അത് പരിഹരിച്ചോളും. പക്ഷേ അതാണല്ലോ ഇപ്പൊ പ്രശ്നം. കേന്ദ്ര ഗവൺമെന്റ് വെച്ച ഒരു കെണിയിൽ വന്ന് വീണെന്നോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് വെച്ച ഒരു സ്ഥലത്ത് പോയി വീണോ എന്നൊക്കെ പറയേണ്ടി വരും. അപ്പൊ അതിനകത്ത് പരിഹരിക്കേണ്ടത് ഇവരാണല്ലോ. അത് പരിഹരിക്കും. പിന്നെ പരിഹരിക്കാം. സംസ്ഥാനങ്ങൾക്ക് കിട്ടാനുള്ള പണം ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് തടഞ്ഞു വെച്ച് കേരളം അതെല്ലാം ശരി, ഞാൻ സമ്മതിച്ചു. നമ്മൾ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്ത നമ്മുടെ ഇപ്പോഴത്തെ വിഷയം ആ കാര്യത്തിൽ അതല്ല. ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യാതെ, മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ ആ മന്ത്രിസഭയെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഒപ്പിട്ടു എന്നുള്ളതാണ് ഇപ്പോഴത്തെ CPI ഉന്നയിക്കുന്ന വിഷയം. അത് ആ പ്രശ്നവും ഒപ്പിട്ടത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവര് സഹോദര പാർട്ടികളാണ്. ഒരു കാരണവശാലും ഏത് സഹോദരനായാലും അറിയണ്ടേ? ആ സഹോദരനായതുകൊണ്ട് എനിക്ക് അവനെ അറിയിക്കാതെ ചെയ്യാമെന്ന് കരുതാമോ?
ഇപ്പൊ 20% മുന്നണി വിട്ടു പോകാനുള്ള സാധ്യതയുണ്ടെന്ന് വരെ പറഞ്ഞു. ഇവർ പോയി കഴിഞ്ഞാൽ മുന്നണി വിട്ട ഏത് പാർട്ടിനെ കുറിച്ച് ചേരും? ഈ നയം മുന്നണി വിട്ടുപോകുന്ന കാര്യമൊന്നും ആരും പറഞ്ഞിട്ടില്ല. മുന്നണിയൊന്നും അവർ വിട്ടുപോകുക CPI അങ്ങനെ മുന്നണി വിട്ടുപോകുന്ന ഒരു പാർട്ടിയൊന്നും അല്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പണ്ട് ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയൊന്നും നടക്കുന്ന ഒരു കാര്യമല്ല. അതിനെക്കുറിച്ചൊന്നും ആരും ആലോചിക്കുന്നില്ല. പക്ഷേ ഈ CPM-ന്റെ കീഴിൽ നിന്നല്ലേ ഇവർ ഈ 4 മന്ത്രിമാരെ വെച്ച് ഈ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഈ CPM ഇല്ലെങ്കിൽ പിന്നെ അവരുണ്ടാവോ? ഇപ്പൊ എന്തുകൊണ്ട് അതാണ് ഇപ്പൊ ഇവർ ചിന്തിക്കേണ്ടത്. പോയാൽ മൊത്തം മുങ്ങുക. അത് ഈ കോൺഗ്രസ്സുകാർ ഈ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ കയറാൻ വേണ്ടി അവർ നിയമപരമായ പോരാട്ടം നടത്തുന്ന സമയത്ത് ഇടതുപക്ഷം ഇങ്ങനെ പരസ്പരം തമ്മിലടിക്കുന്നത് നോക്കേണ്ട ഉത്തരവാദിത്വം CPM-ന് കൂടി ഇല്ലേ ശ്രീ വർഗീസ്? CPM-ന്റെ അടുത്ത് നിങ്ങൾ കരാർ ഒപ്പുവെക്കേണ്ടത് ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ മന്ത്രിസഭയിൽ ചർച്ച ചെയ്യണ്ടേ? ചർച്ച ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ വെറും 6 മാസ കാലമുള്ളൂ. ഇനി ചർച്ച നടത്തി ഇവര് കേസ് കൊടുക്കാന്ന് പറഞ്ഞ് CPI-യുടെ അഭിപ്രായം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കാര്യങ്ങൾ നടന്നില്ല എന്ന് വരും. CPI-യുടെ കാര്യങ്ങൾ അവരുടെ അഭിപ്രായം പറയുന്നല്ലാണ്ട് ഗവൺമെന്റ് ഒരിക്കലും CPM-ന് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ചിലപ്പോൾ അനിവാര്യമായിരിക്കും അത് ഒപ്പുവെച്ചത്. അതുകൊണ്ടാണത്. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ രാജനാണ്, തിരുവല്ലയിൽ നിന്നാണ്. ശ്രീ രാജൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ CPI യഥാർത്ഥത്തിൽ ഇനിയൊരു പിന്നാക്കപ്പോക്ക് എന്ന് പറയുന്നത് ആ പാർട്ടിക്ക് തന്നെ അപമാനകരമായ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ആ പാർട്ടി പതിവ് വിട്ട് ശക്തമായ നിലപാടൊക്കെ സ്വീകരിച്ചു തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നതും. ഇത് എങ്ങനെ ഒരു പരിഹാരം ഉണ്ടാവും? നമസ്തേ സാർ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. രണ്ടുപേരും ഇപ്പൊ പെട്ടിരിക്കുക. CPM വലിയേട്ടൻ കളിച്ചതാ. അങ്ങനെയൊക്കെ തെറ്റല്ലേ? ഒരു മുന്നണിയിൽ അവര് കൂടെ ഉള്ളവരോട് ചോദിക്കാതെ ചെയ്യുക എന്നുള്ളത്. അപ്പം ഇവർക്ക് ഇവരുടെ നിലപാട് വിടാനും ഒക്കത്തില്ല CPI-ക്ക്. അപ്പൊ ഇരുവരും പെട്ടിരിക്കുക. ആ കാരണം കൊണ്ട് നമ്മുടെ ആ ശബരിമല സ്വർണ്ണ വിഷയം ഒന്ന് ഒതുങ്ങി കിട്ടി. അത്രയൊരു ഗുണമുണ്ട് അവർക്ക്. പിന്നെ ഇതൊക്കെ തന്നെ അവരുടെ ഈ ഇന്നത്തെ പൊളിറ്റിക്സിനെ കുറിച്ച് ഒന്നും പറയാനൊക്കത്തില്ല. ഈ രണ്ടുപേരും സ്വയമായിട്ടങ്ങ് വഴങ്ങും, അല്ലാതെ വേറൊരു നിവൃത്തിയില്ല. ശരി, ഓക്കെ. എന്തായാലും ശ്രീ രാജനാണ് പ്രതികരിച്ചത്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരുണ്ട്. ശ്രീ പ്രദീപാണ്, ന്യൂയോർക്കിൽ നിന്നാണ് സംസാരിക്കുന്നത്. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ ഇടതുമുന്നണി നിൽക്കുമ്പോൾ ഇടതുമുന്നണിയിലെ ഏതു പാർട്ടിയാവും വഴങ്ങാൻ കൂടുതൽ സാധ്യതയുള്ളത്? നമസ്കാരം. നമസ്കാരമുണ്ട്. കിരൺ, ഈ CPM എന്ന ഈ പദ്ധതി ശരിക്കും ഗുണം കിട്ടുന്നത് കേരളത്തിലെ സാധാരണ ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾക്കല്ലേ? അല്ലേ? അതെ, പറഞ്ഞോളൂ. അതിന്റെ ഫണ്ട് മാത്രമാണെങ്കിൽ ഗുണം കിട്ടുന്ന അവർക്കാണ്. പക്ഷേ കരിക്കുലം മാറ്റാൻ അത് NEP-യിലേക്ക് പോയി കഴിഞ്ഞാൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ നയത്തിലൊക്കെ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് CPM-ന്റെയും CPI-യുടെയും നയം. കരിക്കുലം മാറ്റത്തില് ദൂരവ്യാപക പ്രത്യാഘാതം എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു അതിലെ ചില കണ്ടന്റുകള്, ചില ചേർക്കാത്ത കുറെ കാര്യങ്ങള്, ചില സാമൂഹിക പരിഷ്കർത്താക്കളുടെ പേരുകള്, ചില സ്വതന്ത്ര സമര പോരാളികളുടെ പേരുകൾ. അതെ, അതെല്ലാം പ്രശ്നങ്ങളാണ്. എനിക്ക് തോന്നുന്നത് താങ്കൾ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ ഹെഡ്കേബർ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഏതായാലും ഇന്ത്യയുടെ ചരിത്രം ഇതുവരെ പഠിച്ച ശരിയായ രാഷ്ട്രീയ ചരിത്രത്തെ തിരസ്കരിക്കുന്നതും അതിനു പകരമായി ഒരു വ്യാജ ചരിത്രം സൃഷ്ടിക്കുന്നതുമായ പാഠഭാഗങ്ങൾ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള RSSന്റെ ശ്രമത്തിന്റെ ഭാഗമാണ് എന്നുള്ള വിലയിരുത്തലാണ് CPM-നായാലും CPI-ക്കായാലും എല്ലാം ദേശീയ തലത്തിലടക്കമുള്ളത്. അവിടെ എവിടെയാണ് ഹിന്ദുത്വത്തിലേക്ക് കടത്തിവിടുക എന്നുള്ള രീതിയിലുള്ള ഒരു പ്രഖ്യാപനം വന്നത്? എവിടെയാണ്? താങ്കൾ ചൂണ്ടിക്കാണിക്കാമോ? വളരെ വിശദമായി തന്നെ താങ്കളെ പോലെ ബുദ്ധിജീവി നോക്കൂ, താങ്കളെ പോലുള്ള എവിടെയാണെന്ന് ചോദിച്ചത് നിങ്ങൾ ഈ സമൂഹത്തോട് കാണിക്കുന്ന ദ്രോഹം നോക്കൂ മിസ്റ്റർ കിരൺ. ദയവ് ചെയ്ത് നിങ്ങളെ പോലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മാധ്യമ പ്രവർത്തകര്, സാമൂഹ്യ നായകന്മാരെന്ന് പറയുന്നവര് ദയവ് ചെയ്ത് ജനങ്ങളുടെ ഇടയിൽ ഇതേപോലെ ഹിന്ദുത്വ വിരുദ്ധത, ക്രിസ്ത്യൻ വിരുദ്ധത, ഈ എന്തോ പറഞ്ഞ ന്യൂനപക്ഷ വിരുദ്ധത, നിങ്ങൾ എങ്ങനെ ഇതെല്ലാം പറയാൻ പറ്റുന്നു? നിങ്ങൾക്കെല്ലാം അതിനകത്ത് അങ്ങനെ കണ്ടന്റ് ഉണ്ടോ? പറയാതിരിക്കാൻ പറ്റുമോ ശ്രീ പ്രദീപ്? അല്ല, ഞാൻ ചോദിക്കുന്നത് നോക്കൂ, അതിനകത്ത് യഥാർത്ഥത്തിൽ എന്താണ് ശ്രീ PM പദ്ധതി യഥാർത്ഥത്തിൽ എന്താണ്? അത് താങ്കൾ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മുമ്പ് അവതരിപ്പിച്ചായിരുന്നോ? ഞാനിത് എന്റെ അഭിപ്രായമല്ല പറഞ്ഞത്. കേരളത്തിൽ കേരളം ഭരിക്കുന്ന പാർട്ടി CPM ആയാലും CPI ആയാലും ദേശീയ തലത്തിൽ ദേശീയ എഡ്യൂക്കേഷൻ നയത്തിനെതിരെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാവി തലമുറയെ തെറ്റായ രീതിയിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നുള്ള ഉറച്ച നിലപാട് സ്വീകരിക്കുകയും വളരെ വിശദമായി തന്നെ അവർ എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. താങ്കൾക്കടക്കം എടുത്ത് വിശദമായി വായിക്കാം.
ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും പാഠപുസ്തകം, കേരളമടക്കം പാഠപുസ്തകത്തിൽ NCERT നിർദ്ദേശിക്കുന്ന പല നിർദ്ദേശങ്ങളും ഇവിടെ നടപ്പാക്കാൻ പറ്റില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും മറിച്ച് നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കർണാടക അവർ പഠിപ്പിക്കാൻ അച്ചടിച്ചു വെച്ച പാഠഭാഗങ്ങൾ ആ പേജുകൾ ഒഴിവാക്കിയിട്ട് പുതിയ പേജുകൾ ചേർത്തിട്ടുണ്ട്. നോക്കൂ, കേന്ദ്രം നിങ്ങൾക്ക് ഒരു സ്കീം പ്രകാരം കേരളത്തിലെ സ്കൂളുകളല്ല ഇന്ത്യയിലെ എല്ലാ സ്കൂളുകളും കൊടുക്കുകയാണെങ്കിൽ അവര് പറയുന്ന നിബന്ധനകൾ നിങ്ങൾ അംഗീകരിച്ചു തന്നെ ആകണം. അതിൽ സിലബസ് മാറ്റം പറഞ്ഞത്. അങ്ങനെ നിങ്ങൾക്ക് കെട്ടിടം പണിയാൻ പൈസ തന്നിട്ട് നിങ്ങൾ പാഠഭാഗം ഇന്നത് പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അത് കഴിയില്ല എന്നുള്ള നിലപാടിലാണ് കേരളത്തിലെ പാർട്ടികൾ ഉള്ളത്. നോക്കൂ മിസ്റ്റർ കിരൺ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സിലബസിൽ വരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അവിടുത്തെ സെൻട്രൽ ഗവൺമെന്റുമായിട്ട് സംസാരിക്കാം. അതാണ് പലതവണ ചർച്ച നടത്തിയത്. NEP-ക്കെതിരെ കേരളം പരസ്യമായി എതിർപ്പ് ഉയർത്തുകയും യോഗത്തിലടക്കം പറയുകയും ചെയ്തില്ലേ? കർണാടക പറഞ്ഞില്ലേ? ബംഗാൾ പറഞ്ഞില്ലേ? തമിഴ്നാട് പറഞ്ഞില്ലേ? 4 മന്ത്രിമാര് മാത്രം എറ്റപ്പറ്റിലയിൽ വെറ്റില പോലെയുള്ള വെറും CPIയുടെ 4 മന്ത്രിമാർ മാത്രമാണോ ആ സഭയിലുള്ളത്? ബാക്കിയുള്ളവർക്ക് അറിയത്തില്ലേ? അവരെല്ലാം കൂടെ ചേർന്നല്ലേ അവിടെ പോയിട്ട് ഒപ്പിട്ട് കൊടുത്തിട്ട് ഞങ്ങൾക്ക് ആ ഫണ്ട് വേണം, ഞങ്ങൾ ആ സ്കീമിന്റെ ഭാഗമാണെന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ്? അവർക്കറിയാം. കാരണം ഇപ്പൊ എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത 2 തീരുമാനങ്ങളിൽ ഒന്ന് നമ്മുടെ അവിടെ ട്രാഫിക്കിൽ ക്യാമറ വെച്ച കാര്യം, എന്റെ അഭിപ്രായത്തിൽ പേഴ്സണലി. 2 അവരെടുത്ത ഈ ഒരു കാര്യം. കാരണം ഇത് ഗവൺമെന്റ്, ഇത് ജനങ്ങളിലെ സാധാരണ കുട്ടികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആനുകൂല്യമാണ് മിസ്റ്റർ കിരൺ. അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, സ്കൂളിന്റെ വികസനങ്ങൾ, സ്കൂളിൽ കിട്ടേണ്ട ഫണ്ട്. നോക്കൂ, നമ്മുടെ കുട്ടികൾ ഇന്ന് ഈ മന്ത്രിസഭയിൽ ഉൾപ്പെടെ പ്രതിപക്ഷത്തിലിരിക്കുന്ന പലരുടെയും MP-മാരുടെ MLA-യുടെ മക്കൾ പഠിക്കുന്നത് പ്രൈവറ്റ് സ്കൂളുകളിലാണ്. അവരുടെ മക്കൾ, ബിനോയ് വിശ്വത്തിന്റെ കുടുംബം എവിടെയെന്നറിയാമോ? UK-യില്. ബാലന്റെ മക്കൾ എവിടെയെന്നറിയാമോ? UK-യില്. വീണ ജോർജിന്റെ മക്കൾ എവിടെയെന്നറിയാമോ? ഓസ്ട്രേലിയയിലോ UK-യിലോ എവിടെയാണ്? നോക്കൂ, ശ്രീ പ്രദീപ്, താങ്കൾ പറയുന്നതൊന്നും പൂർണ്ണമായും ശരിയാണോ തെറ്റാണെന്ന് എനിക്കറിയില്ല. താങ്കൾ പലപ്പോഴും ഇങ്ങനെ വ്യാജമായ പ്രസ്താവനകൾ നടത്തുന്ന ഒരാൾ എന്ന നിലയ്ക്ക് കൂടി ഞാൻ പറയുകയാണ്, എനിക്കറിയില്ല. അതുകൊണ്ട് ഇനി ഇവരുടെ മക്കളാരും അവിടെ പോയി പഠിക്കുന്നതിന്, എന്തായാലും വിനോവിശ്വത്തിന്റെ മക്കളൊക്കെ പഠിച്ചത് ഈ നാട്ടിലാണ്, അതെനിക്കറിയാം. ഒരാൾ മാധ്യമപ്രവർത്തകയായിരുന്നു, അതും എനിക്കറിയാം. അല്ലാതെ ഇനി ഇപ്പോൾ അവിടെ എവിടെയെങ്കിലും പഠിക്കാനാണോ പോയത്, ജോലിക്ക് വേണ്ടി ഏതെങ്കിലും രാജ്യത്ത് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ തൊഴിലെടുക്കുന്നതിന് ആരും ഇവിടെ എതിരൊന്നുമല്ലേ. ആർക്കും ഏത് രാജ്യത്തും പോയി തൊഴിൽ, ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ പോയി തൊഴിലെടുക്കുന്ന ഒരു നാടാണ് കേരളം, മലയാളികൾ. അങ്ങനെയാണല്ലോ താങ്കൾ അടക്കമുള്ളവരൊക്കെ ഈ നാട്ടിലെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ മെച്ചം കൊണ്ടാണല്ലോ താങ്കൾക്കടക്കം ന്യൂയോർക്കിൽ പോയി ഇപ്പോൾ തൊഴിലെടുക്കാൻ കഴിയുന്നത്. നോക്കൂ, എന്റെ നിലവാരമോ അതിന്റെ അടുത്ത നിലവാരത്തിൽ അടുത്ത തലമുറയിലെ കുട്ടികൾ വരണമെന്നും അവർ നാഷണൽ സ്കീമിന്റെ ഭാഗമാവണമെന്നും അവർ ലോകോത്തരമായി ജീവിക്കണം എന്നുള്ള രീതിയിൽ ഒരു സ്കീം സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവരികയാണെങ്കിൽ ആ ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ കുട്ടികളെ, അടുത്ത തലമുറയെ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ട സകല കാര്യം ചെയ്യാൻ നോക്കണം. അല്ലാതെ രാഷ്ട്രീയം കളിച്ച് ആ ഫണ്ട് കളഞ്ഞ് വെറുതെ നിങ്ങൾ നോക്കൂ. ഫണ്ട് കളയേണ്ട കാര്യമില്ല ശ്രീ പ്രദീപ്. ഫണ്ട് കൊടുക്കുമ്പോൾ വ്യവസ്ഥ വെക്കരുത് എന്നുള്ളതാണ് ഒരു സാമാന്യ മര്യാദ. വ്യവസ്ഥ ഉണ്ടാകും മിസ്റ്റർ കിരൺ, വ്യവസ്ഥ ഉണ്ടാകും. ചുമ്മാ അതാ പറഞ്ഞത്, അതൊരു സാമാന്യമായി കേരളത്തെ പോലൊരു സംസ്ഥാനത്തെ എങ്ങനെയാണ് നിങ്ങൾ വിദ്യാഭ്യാസപരമായി ഇപ്പൊ UP-യിലെ മാതൃക കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഉത്തരാഖണ്ഡിന്റെ മാതൃക കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഹിമാചലിന്റെ മാതൃക കണ്ടുകൊണ്ട് എവിടെയാണ് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയുക? കേരളത്തിന്റെ വിദ്യാഭ്യാസം അവരെക്കാളൊക്കെ എന്തായാലും ഉയർന്ന നിലവാരമുള്ള സംസ്ഥാനമാണല്ലോ കേരളം. നമ്മുടെ കേരളം ഉയർന്നത് തന്നെയാണ്. കുറച്ചും കൂടെ ഉയർന്നതിൽ എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ. കുറച്ചുകൂടി ഉയരാനുള്ള സംവിധാനം അറിയാവുന്നത് നമുക്കല്ലേ, അല്ലാതെ ഈ UP-യിലിരിക്കുന്ന ആളുകൾക്കാണ് അറിയാവുന്നത്. എന്നാ ഒരു കാര്യം ചെയ്യണോ, നിങ്ങളൊരു കാര്യം ചെയ്യൂ, പിണറായി വിജയനോട് നേരിട്ട് പറയൂ, നിങ്ങൾ ആ സ്കീമിൽ പുറത്താവൂന്ന് പറയൂ. നോക്കൂ, ഇതാണ് തീരുമാനിക്കേണ്ടത് സർക്കാരല്ലേ. ഫണ്ട് ഇല്ല. ഈ ഒരു ചെറിയ സംസ്ഥാനത്തെ, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനത്തെ ഞെരുക്കി അതിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും അവര് ചില കാര്യങ്ങളിലൊക്കെ വഴങ്ങേണ്ടിയൊക്കെ വരും. അതിനെ ഞങ്ങളുടെ ഒരു വലിയ, ഞങ്ങൾ അതിനെ ഏതാണ്ട് ചെയ്തു എന്ന് പറയുന്നത്, അതിനെ അനുകൂലിക്കുന്ന നിലപാടിലേക്ക് കേരളീയർ തന്നെ മാറിയാൽ എങ്ങനെയാണ്? ഈ ഞെരുക്കി എന്ന് പറഞ്ഞാൽ അത് അതിദാരിദ്ര്യ സമ്പന്ന രാഷ്ട്രമായിട്ട് സംസ്ഥാനമായിട്ടൊക്കെ മാറിയെന്ന് നാളെ പരിപാടി നടക്കുകയല്ലേ? മറ്റു സംസ്ഥാനങ്ങൾക്കൊന്നുമില്ലല്ലോ അങ്ങനെ. മറ്റേതെങ്കിലും സംസ്ഥാനത്തിനുണ്ടോ ആ മട്ടിലൊരു നേട്ടമുണ്ടോ? ഏതിന് മേറ്റർ ഉണ്ടോന്ന് അതിപ്പോ എനിക്ക് അട്ടപ്പാടി ആദിവാസി കേന്ദ്രത്തിൽ പോയി നോക്കാം, യഥാർത്ഥത്തിൽ അറിയാൻ പറ്റും അവിടെ എങ്ങനെയാണ്. താങ്കൾ ഒരു കാര്യം ചെയ്യും, താങ്കൾ ഈ ന്യൂയോർക്കിലൊക്കെ വന്ന് നാട്ടിൽ നിൽക്കുന്ന സമയത്ത് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കും. അപ്പോൾ താങ്കൾക്ക് മനസ്സിലാവും കേരളം മറ്റു സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഞാനത് കമ്പയർ ചെയ്ത് താങ്കളോട് പറഞ്ഞില്ല. ഞാൻ പറയുന്നത് PM പദ്ധതിക്ക് നമ്മുടെ കുട്ടികൾക്ക് അത് ഉപകാരപ്രദമാകുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യണമെന്നാണ് പറയുന്നത്. താങ്ക് യു. താങ്കളുടെ അഭിപ്രായത്തിന് പ്രത്യേകം നന്ദി. ശ്രീ പ്രദീപ് ന്യൂയോർക്കിൽ നിന്നാണ് പ്രതികരിച്ചത്. ശ്രീ ഉണ്ണികൃഷ്ണനാണ് പോത്തങ്കോട് നിന്നും. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതിൽ CPM ആണോ CPI ആണോ, ഏത് പാർട്ടിയാണ് വഴങ്ങാൻ സാധ്യതയുള്ളത്? സംശയം എന്താണ്? CPIക്ക് വഴങ്ങാതിരിക്കാൻ തന്നെ താങ്കളെ എന്തെങ്കിലും കാണുന്നുണ്ടോ? വഴങ്ങാതിരിക്കാൻ എന്തെങ്കിലും മാർഗം കാണുന്നുണ്ടോ? അവരെവിടെ പോവും? അവരെങ്ങോട്ട് പോവും? അവർക്ക് ഇതിൽ നിന്ന് വിട്ട് വേറൊരു ജീവിതമുണ്ടോ? അവര് കോൺഗ്രസിന്റെ പോയിട്ട് അവരെന്തോന്ന് മൂന്നാം കക്ഷിയായിട്ട് ഇരിക്കാനാ? അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും? അതൊക്കെ നിങ്ങൾ ചിന്തിക്കണ്ടേ? ഇത് ഇപ്പൊ 1500 കോടി വാങ്ങിക്കുന്നല്ലേ?
മൊത്തം കൊടുക്കണമെന്ന് പറയും, അവരാവശ്യപ്പെടില്ല. എന്തെങ്കിലും ഞങ്ങൾക്ക് തരണം, ഇത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും മാറ്റി കിട്ടണം. ഇലക്ഷനൊക്കെ വരെയാണ് ഒരുപാട് കാശിന്റെ ചെലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ ഇനി പിണറായി ചെറിയ കുട്ടിയാലും ശരി തന്നെ ഇവര് ഒരിടത്ത് പോകാനും പോകുന്നില്ല. ഗതികേടെന്ന് പറയാൻ ഞാനും ഒരു CPI അനുഭാവിയാണ് കേട്ടാ. എനിക്ക് മനസ്സിലാക്കാൻ വിഷമമുണ്ട്. ആ ഒരു വിഷമം കൊണ്ടാണ് ഇത് പറയുന്നത്. ഈ നാണം കെട്ട പരിപാടി ഇന്ന് ഇത് ഒതുക്കാൻ വേണ്ടിയല്ലേ ഇന്ന് കുട്ടിക്കുരങ്ങന്മാരെ ഇന്ന് ഇറക്കിയിരിക്കുന്നത്. ഈ യവന്മാരൊക്കെ നാണവും മാനവും ഉണ്ടാ. ഇന്ന് ഞാൻ ഇത് വിളിക്കാൻ തന്നെ ഇന്ന് പൊതുവേദിയിൽ വിളിക്കാണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്, മഴയൊക്കെ ആയതുകൊണ്ട് ഇടിയൊക്കെ ഉള്ളതുകൊണ്ടും. പക്ഷെ ആ കുട്ടിക്കുരങ്ങന്മാരുടെ ആ ഒരു പ്രകടനം കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് വിളിച്ചത്. നാണം കെട്ട SFIക്കാരന്മാർ ഇന്ന് ഇത്രയും വലിയൊരു ഇഷ്യൂ സ്വന്തം പാർട്ടിക്കെതിരെ ഉണ്ടായിട്ട് നട്ടലില്ലാത്ത നാണം കെട്ടവന്മാര് ഇന്ന് ഒരു അതേ പാർട്ടിയുടെ ഒരു CPIക്കാരെടുത്ത ഒരു തീരുമാനത്തിനെതിരായിട്ട് പോലീസ് എല്ലാ ഒത്താശയും കൊടുത്ത് കണ്ടോടുന്ന ചിരിച്ച് മണ്ണ് കപ്പി പോകുന്ന രീതിയിലുള്ള പ്രകടനങ്ങളാണ് അവിടെ കാഴ്ചവെച്ചത്. ഇപ്പോഴും നിർത്തിയിട്ടില്ല. എന്തിനാണ്? ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും തലകൂരണം. CPIക്കാരെ അവര് ഇപ്പൊ പ്രതിഷേധിക്കുന്നത് മൊത്തത്തിലൊരു ആളുകളെയും മാധ്യമങ്ങളെയും ശ്രദ്ധ മാറ്റിക്കൊണ്ടുവരണം. അതിന്റെ കൂട്ടത്തിൽ കൂടെ മറ്റേ സ്വർണ്ണക്കൊള്ള ഒരു ഇത് മാറ്റിയെടുക്കാം. ഇതൊക്കെ എത്രയോ കണ്ടാണ് ഈ കുരങ്ങന്മാരെ വെച്ച് ഇതെല്ലാം മാറ്റിമറിക്കാനുള്ള ഇതാണ്. ഇത് നാളെയും തുടരും, മറ്റന്നാളും തുടരും. കാരണം സമരം ചെയ്യാനും അടി ഉണ്ടാക്കാനും ബസ് കത്തിക്കാനും പോലീസിനെ അടിക്കാനും ഇന്ന് കണ്ടില്ലേ, പോലീസിന്റെ ആയുധങ്ങളെല്ലാം ഇന്ന് SFIയുടെ കയ്യിലാണിരുന്നത്. 6 പേര് കേസെടുത്ത് ഇന്നലെ കണ്ടില്ലേ BJP മാറിപ്പോയി. പോത്തൻകുടുന്ന് ശ്രീനിവാസനാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീനിവാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? വല്ലാത്തൊരു ഊരാക്കുടുക്കലാണോ ഇപ്പോൾ CPM-ഉം CPI-യും നിൽക്കുന്നത്? ഇതിലൊന്നുമില്ല. CPIക്കാർ എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്മാറാണ്ട് നിന്ന അവരെ പാർട്ടിക്ക് നല്ലത്, നാടിനും നല്ലത്. കാരണം 10 കൊല്ലം പൊട്ടക്കനേറ്റിൽ അവളകളെ പോലെയായിരുന്നു ഈ CPIക്കാർ കിടന്നത്. ഇനി അതവര് പിന്നോട്ട് പോയാൽ പിണറായി വിജയനും ശിവൻകുട്ടിക്കും അഹങ്കാരത്തിനൊരു കണക്കുണ്ടാവില്ല. ഇത് പിൻവലിക്കാണ്ട് അവര് മുന്നോട്ട് പോയി അവരെ പാർട്ടിക്ക് നല്ലത്, അവർക്ക് ഗുണം കിട്ടും. പിൻവലിച്ചാൽ അവരെ പാർട്ടിക്ക് ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകൾ ഒന്നും കിട്ടില്ല, 0 ആയിരിക്കും അവര്. ഇതൊന്നും അവര് ഉറച്ചു നിൽക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ശരി, CPI ഉറച്ചു നിൽക്കണമെന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത്. ശ്രീ രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്നും. രാധാകൃഷ്ണൻ, താങ്കൾ CPIയുടെ ഒരു പ്രവർത്തകനല്ലേ? അതെ. എങ്ങനെ താങ്കളുടെ പാർട്ടി ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്? താങ്കളുടെ പാർട്ടിയെക്കുറിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയവും നിങ്ങൾ നിലപാടുകൾ പ്രതിഷേധമൊക്കെ ഉയർത്തും, എന്നിട്ട് എല്ലാത്തിനും വഴങ്ങും, അങ്ങനെ ഉറച്ചു നിൽക്കുന്നവരല്ല എന്ന്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി ഉറച്ചു നിൽക്കുകയാണ്. അവസാനം ഇതെങ്ങനെയാവും? അതിന് വ്യക്തമായൊരു കാരണമുണ്ടല്ലോ ശ്രീ കിരൺ. നിങ്ങൾ മനസ്സിലാക്കണം, CPI പണ്ടും നമ്മുടെ സാഹചര്യം കൊണ്ട് പല കാര്യങ്ങളിലും വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. അത് നമ്മളൊരു ആശയത്തിന്റെ പേരിലോ ഒരു രാജ്യത്തെയോ ഒരു യുവാക്കളെയോ വിദ്യാഭ്യാസത്തെയോ ബാധിക്കുന്ന തരത്തിലുള്ള വിഷയങ്ങളിലല്ല CPM-മായി CPI കോംപ്രമൈസ് ചെയ്തിട്ടുള്ളത്. തികച്ചും നമുക്ക് സ്വാഭാവികമായിട്ടും വലിയ പ്രശ്നങ്ങളില്ലാത്ത, ആർക്കും ദോഷമില്ലാത്ത വിഷയങ്ങളിലേ ഞങ്ങൾ പിന്നോട്ട് പോയിട്ടുള്ളൂ. നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ ആയിരങ്ങൾ നമ്മുടെ ഈ രാജ്യത്ത് ചിന്തിക്കുക. ഇന്ന് ആശയമുള്ള പാർട്ടി CPI മാത്രമേ ഉള്ളൂ എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. താഴെ തട്ടിൽ നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങൾ, ഞങ്ങൾ താഴെ തട്ടിലൊക്കെ പ്രവർത്തിക്കുന്നവരാ, അവരെല്ലാം പറയുന്നു CPI ഈ സ്റ്റാൻഡിൽ നിൽക്കണം. CPM-ന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാനൊന്ന് ചോദിക്കട്ടെ. ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് വിദ്യാഭ്യാസ വകുപ്പ്. അതിൽ നയപരമായ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കുന്നതിൽ എങ്ങനെ ഈ DYFI ഒക്കെ നാളെ ചെറുപ്പക്കാരെ അഭിമുഖീകരിക്കും? SFI നാളെ എങ്ങനെ? വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരാ, പഴയതുപോലത്തെ ചെറുപ്പക്കാരല്ല ഇപ്പോൾ. ഇവരെ എങ്ങനെ അഭിമുഖീകരിക്കും? നാളെ പൗരത്വ ബില്ല് അംഗീകരിക്കേണ്ടി വരില്ലേ? ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ വിദേശത്ത് പണം കൊടുക്കുമെന്ന് പറഞ്ഞാൽ വിദേശത്ത് പോകാൻ നാളെ CPM പറയേണ്ട സാഹചര്യത്തിലേക്ക് ഈ സമ്മർദ്ദത്തിലാഴ്ത്തി കഴിഞ്ഞു BJP. അതിൽ BJP CPM-നെ സമ്മർദ്ദത്തിലാഴ്ത്തി അവരുടെ ഇംഗിതത്തിന് വഴങ്ങുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം നാളെ എങ്ങനെ ഇന്ത്യയിൽ ശബ്ദമുയർത്തും? ശ്രീ കിരൺ, നിങ്ങൾ പറയൂ, ആത്മാർത്ഥമായി പറയൂ. ഈ ഞങ്ങൾ സാധാരണ പ്രവർത്തകരാണ് പറയുന്നത്. CPM-നെ നിങ്ങൾക്ക് ഈ ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ ഭാവി ഉണ്ടെങ്കിൽ നിങ്ങൾ നാളെ മന്ത്രിസഭാ യോഗത്തിൽ മുമ്പ് ഈ തീരുമാനം പിൻവലിക്കണം. ഈ തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ ഇടതുപക്ഷം ബംഗാളിലെ പോലെ അധപതനത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി ഇടതുപക്ഷം അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ അത് CPI മാത്രമേ കാണൂ. CPI ഭരണം പോയാലും വേണ്ടില്ല. CPI പ്രസ്ഥാനം 10 വർഷമായിട്ട് കേരളത്തില് UDF ഇല്ലല്ലോ, UDF-ന് ഭരണമില്ലെന്ന് പറഞ്ഞ് UDF ഇല്ലേ കേരളത്തില്?
ഇവിടെ ഈ ഭരണം പോയാലും CPI ആർജവത്തോടെ നിൽക്കണം. CPM ചവറ്റുകൊട്ടയിലേക്ക് മാറും. CPI യഥാർത്ഥ പാർട്ടി, മാതൃ പാർട്ടി CPI ആണല്ലോ. CPIയിൽ നിന്ന് പോയി അവര് സാങ്കേതികമായി ചില ഗിമ്മിക്കുകളൊക്കെ കാണിച്ച് CPM വലുതായെങ്കിലും മാതൃ പാർട്ടിയാണ് CPI നിലനിൽക്കും. അരിവാൾ ചുറ്റുക എന്ന് പറയുന്ന CPIയുടെ ചിഹ്നം, CPM-നും CPI-ക്കും പാർട്ടി ചിഹ്നം ഒന്നാണല്ലോ. ഇലക്ഷൻ ചിഹ്നം മാത്രമേ ഉള്ള അരിവാൾ നിൽക്കരുത്. ഞങ്ങളെ പോലുള്ള സാധാരണ പ്രവർത്തകർ, ഞങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല, മന്ത്രിസ്ഥാനം ഒന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണം. ശിവൻകുട്ടി മന്ത്രിക്ക് ഈ തവണ കൂടിയുള്ള അവസരം, പൈസ മാക്സിമം കിട്ടാവുന്നിടത്തുനിന്ന് മേടിച്ച് എങ്ങനെയെങ്കിലും തടി തപ്പി കാശുണ്ടാക്കാനുള്ള തന്ത്രമാണെന്ന് ജനങ്ങൾ പറയും. നാളെ ഇടതുപക്ഷം കേരളത്തിൽ ഇറങ്ങുമ്പോൾ ഈ ഇടതുപക്ഷം അവസാനിക്കുന്ന ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ ഇറങ്ങാൻ സാധിക്കില്ല. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ വിദേശത്ത് പൊയ്ക്കൊള്ളണം, പാകിസ്ഥാനിൽ പൊയ്ക്കൊള്ളണം എന്ന് പറഞ്ഞ് പണം തരാൻ നിങ്ങൾ അത് പറയണമെന്ന് പറഞ്ഞ CPM നാളെ പറയുമോ? പൗരത്വ ബിൽ കൊണ്ടുവരണം, നടപ്പാക്കണം, ഞങ്ങൾ പണം തരാമെന്ന് പറഞ്ഞാൽ ഈ ഗിമ്മിക്കൊക്കെ പിണറായിയും അതുപോലെ തന്നെ ഇവിടുത്തെ ഇപ്പോഴത്തെ ഗോവിന്ദൻ മാഷും ഒക്കെ പറയാൻ തയ്യാറാവോ? ഇവരുടെ ആശയം ആമാശയമായി മാറുമോ? ആർജവത്തോടെ ഞങ്ങൾ പറയുകയാണ്, ഈ പ്രസ്ഥാനം നശിക്കാതിരിക്കണമെങ്കിൽ കേരള സംസ്ഥാന സെക്രട്ടറി ശ്രീ ഗോവിന്ദൻ മാഷെ, നിങ്ങളോടുള്ള ബഹുമാനം കൊണ്ട് ഞങ്ങൾ പറയുന്നു, ഈ ബില്ലിൽ നിന്ന് നിങ്ങൾ പിന്മാറണം. ഈ വിദ്യാഭ്യാസ ബില്ലിൽ നിന്നും നിങ്ങൾ പിന്മാറണം. ആശയത്തിനായി നമ്മൾ CPI-യും CPM-ഉം ഒന്നിച്ചു നിൽക്കണം. അല്ലെങ്കിൽ ബംഗാൾ പോലെ നിങ്ങൾ ശവക്കുഴി തോണ്ടും എന്ന് താഴെത്തട്ടിലെ സാധാരണ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്നു. എനിക്ക് മറ്റൊന്നും പറയാനില്ല. ശരി, താങ്കളൊരു സാധാരണ CPI പ്രവർത്തകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം താഴെത്തട്ടിൽ പോത്തിയത് അദ്ദേഹത്തിൻ്റെ വികാരം കൂടിയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് അഭിപ്രായം പറയുന്നതിൽ കാര്യമില്ല. എന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ള വികാരങ്ങളാണ് പ്രകടിപ്പിച്ചത്. നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും വിളിക്കുന്നത്. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഇപ്പോഴത്തെ ഈ CPM CPI തർക്കത്തിൽ അതിന് എങ്ങനെ ഒരു പരിഹാരം ഉണ്ടാവാനാണ് സാധ്യതയുള്ളത്? സാറേ, അതായത് പിന്നെ ഉറവുള്ള കേട്ടുന്നല്ലേ വെള്ളെടുക്കാൻ പറ്റൂ. അപ്പോ ഇപ്പോ സാമ്പത്തികമായ പ്രതിസന്ധി ഉള്ളതുകൊണ്ട് PM പദ്ധതിക്ക് ഒപ്പിട്ട് അപ്പോ CPI എതിർക്കുന്നു. അപ്പോ ഇവര് ദൂർത്ത് ചെയ്യുമ്പോ CPI ഘടകകക്ഷിയല്ലേ, അവരാദ്യം ഇൻഫോം ചെയ്യേണ്ട. ഇതാ ശ്രദ്ധിക്കണേ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ പിന്നെ കൊക്കലൊതുക്കുന്ന കൊത്താവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നീങ്ങണ്ടേന്ന് പറയണ്ടേ. 3 കൊല്ലം മുമ്പില് ഇവർ റിജക്ട് ചെയ്തതാ. ഇപ്പം പിന്നെ പൈസേന്റെ വിഷമം വന്നേരം പിന്നെ 1500 കോടി പിന്നെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടും, മറ്റേ നാഷണൽ എഡ്യൂക്കേഷൻ സ്കീം പ്രകാരം. അപ്പോ അത് പ്രകാരം കിട്ടുന്നത് അത് പോക്കണ്ടെന്നുള്ള എൻഡിങ് ഓഫ് ദ ഇയറാ. അതായത് ആദ്യം ഇവർ 5 കൊല്ലം നല്ല ഭംഗിയായിട്ട് സെക്കൻഡ് ടേമാ ഇവർ ആകെ ആക്കി. അതായത് ദൂർത്ത് കണ്ടമാനം അവർക്കെന്നെതിരെ ഏത് പാർട്ടിയും കണക്കന്നെ. ഞാൻ വ്യക്തിക്കായി ഇതുവരെ വോട്ട് കൊടുത്ത് ഏത് പാർട്ടി ദൂർത്തോടുകൂടി അതാണ് ആകെ സാമ്പത്തികമായിട്ട് എല്ലാം തകിടം മറിഞ്ഞു. പിന്നെ കോൺഗ്രസിൽ ഇപ്പം പിന്നെ കാണുന്നില്ലേ, യൂണിറ്റി സ്ട്രെങ്ത് ആയിട്ട് നീങ്ങിയാൽ അവരെ മഹാത്മാഗാന്ധി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധിന്റെ അതേ റൂൾസ് തന്നെ പോയി. ഇപ്പൊ അവരങ്ങനെ കഷ്ടപ്പെടുന്നു. പിന്നെ രാഹുൽ ഗാന്ധിയും പിന്നെ പ്രിയങ്ക ഗാന്ധി ഇവർ ഇനിയെങ്കിലും ഇവർ പഠിക്ക്. ഇവർ കേരള എവിടെയെ കിട്ടണ്ടിക്കൽ ഇവർ കേരള ഭരിക്കണ്ടിക്കൽ ഇവർ നല്ല നിലയിൽ ഇനിയെങ്കിലും ആ ബുദ്ധി തലയിൽ തെളിയട്ടെ. പിന്നെ PMC-ന്റെ പറയാന്ന് പറഞ്ഞാല് ഈ അനക്ക് തോന്നുന്നു സംഘ് എന്ന് പറഞ്ഞ പോലെ ഘടകകക്ഷി ഇപ്പം വേർപെട്ട് നിൽക്കുന്നുണ്ട്. അവരെ മുഖ്യമന്ത്രിയെല്ലാം ആയതല്ലേ. CPI-യില് മുഖ്യമന്ത്രി അവരേത് നിലയിൽ എത്തിയ കൂട്ടറ. അവരെ കൂടി ഇവർ യൂണിറ്റി സംഘ് എന്ന് പറഞ്ഞാൽ ഇവർ കോൺഫറൻസ് കൂടിയിട്ട് അതിനൊരു പോംവഴി കണ്ടുപിടിക്കണ്ടേ. പക്ഷെ CPI ഇപ്പം പിന്നെ അന്നേരെ പറയണ്ടേ. ഇപ്പൊ ഈ അവരോട് പറയാണ്ട് പിന്നെ CPM പിന്നെ സൈനിറ്റിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഇപ്പം എല്ലാവർക്കും വെപ്രാളും ഇങ്ങനെയുള്ള ഒരു എഗനസ്റ്റും കാര്യം അത്. പക്ഷെ അത് പിന്നെ വരാൻ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരാദ്യം ഇൻഫോർമേഷൻ ചെയ്യണ്ടേ. നിങ്ങൾ പിന്നെ എല്ലാം നന്നാക്കി കൊണ്ടുവരാൻ സൂക്ഷിച്ചാതുക്കിക്കണ്ട അടിയത്തിലാണെങ്കിലും നിങ്ങൾ ഭരണം നന്നായിട്ട് കൊണ്ടുവന്നാലേ നിങ്ങൾക്ക് നന്നാവും, ജനങ്ങൾക്ക് ഉപകാരപ്രദമാവും. അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദിവാരൻ, ശ്രീ ജയരാജനാണ് കൂത്തുപറമ്പിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജയരാജൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ വിഷയത്തിൽ ഈ 2 പാർട്ടികളിൽ ആരുടെ ഭാഗത്തു നിന്നാണ് ഒരു വിട്ടുവീഴ്ചയ്ക്കുള്ള സാധ്യതയുള്ളത്? ആരുടെ ഭാഗത്തൊന്നും വിട്ടുവീഴ്ചയൊന്നും ഉണ്ടായില്ല. ഇവരെന്ന് വെച്ചാൽ ഏട്ടനയന്മാർ ഇത് സ്വർണ്ണ ഇത് മൂടി വെക്കാൻ വേണ്ടി ഏട്ടനയന്മാർ ഇത് കളിക്കുന്നതാണ്. ഏട്ടനയന്മാരാ CPI-യും CPM ഏട്ടനയന്മാർ. CPI-ക്ക് എന്ന് വെച്ചാൽ ഒരു വാർഡിൽ മത്സരിച്ച് കഴിഞ്ഞാൽ ഒരു കെട്ടിവെച്ച കാറ്റ് കിട്ടാതെ CPI ഇവിടെ പോലെ എവിടെയും പോവില്ല. ഇവരിത് വെച്ചാൽ സ്വർണ്ണ പ്രശ്നങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ നാടകം കളിക്കുന്നതാണ്. ജനങ്ങളെ ഇതാക്കാനും പിന്നെ വാർത്ത
മാധ്യമങ്ങളെല്ലാം ഇതാക്കി ഇതിലേക്ക് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഒരു വേറെ ഒന്നുമില്ല, ഇത് CPI എവിടെയും പോവില്ല. ശരി, താങ്കൾ കരുതുന്നത് അങ്ങനെയാണ്. ശ്രീ ഷാജിയാണ് കൊല്ലത്തുനിന്ന്. ശ്രീ ഷാജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ മുന്നണിയിലെ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ, ആ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള തർക്കം മുന്നണിയിൽ തന്നെ ഒരു വലിയ പ്രതിസന്ധിയായി നിൽക്കുമ്പോൾ ഇത് എങ്ങനെ പരിഹരിക്കപ്പെടും? ഹലോ, നമസ്കാരം. നമസ്കാരം. അല്ല, എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇത് സാധ്യമായ മേഖലകളിൽ ഇത് സമ്മേളിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സബീന മാഡം പറഞ്ഞ പോലെ ഒന്നുകിൽ CPM ഇത് ഹോൾഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു നിശ്ചിത കാലയളവിലേക്ക് ഒരു ഹോൾഡ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ, എനിക്കറിയത്തില്ല, അത് അവർ പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു ഭാഗത്തേക്ക് ചിന്ത വന്നത്. അങ്ങനെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിക്കൂടായികയില്ല. അല്ലെങ്കിൽ CPI ഇത് പിന്നെ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് പിന്മാറിക്കൂടായികയില്ല. ഇത് എന്തായാലും ഇതിന്റെ ഇടയ്ക്കുള്ളൊരു സമ്മേളന പോയിന്റ് ഉണ്ടാവും. പിന്നെ CPI കാരനായിട്ടുള്ള ഒരു സുഹൃത്ത് വന്ന് പറഞ്ഞതെന്ന് പറയാ, ആദ്യം നമ്മൾ ഈ തറയിൽ നിന്ന് ഞാൻ അദ്ദേഹം ചാത്തന്നൂർ മണ്ഡലമാണെങ്കിൽ ഞാൻ ഇരയൂർ മണ്ഡലമാണ്. ഈ അവിടെയും CPI കാരുടെ MLA ആണ്. അപ്പൊ അവിടെയൊക്കെ പണിയെടുക്കുന്നത് പിന്നെ CPM കാരാണെന്നുള്ള ബോധത്തിൽ വേണം അദ്ദേഹം വന്നത്. ആവേശത്തിൽ മൈതാന പ്രസംഗം നടത്തുന്ന പോലെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ അതൊക്കെ മോശമാണ്. പിന്നെ അതുകൂടാതെ പറയാനുള്ള ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ചേട്ടന്റെ ഭാഷയെ, എന്തൊരു ഭാഷയാ ഇത്, കഴിഞ്ഞിട്ടെങ്കിലും ഒന്ന് ഇട്ടു നോക്കണം കിരൺ ഭായി, കേട്ടോ. വളരെ മോശപ്പെട്ട ഭാഷ. എന്തൊരു സംബോധന. ഓരോ രീതിയിൽ പറയുന്നതിനെ അങ്ങനെ നമ്മൾ അതിനെ അങ്ങനെ കണക്കിലെടുക്കേണ്ടതില്ല. മോശപ്പെട്ട വാക്കുകളൊന്നും പറയാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ CPIക്കാർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ കാണുമല്ലോ സ്വാഭാവികമായും. CPMകാരനായ താങ്കൾക്ക് അഭിപ്രായമുള്ളതുപോലെ തന്നെ അവരുടെ അഭിപ്രായങ്ങൾ അവർ പറയുന്നു. അവരെ സംബന്ധിച്ച് അടിയേറ്റ് നിൽക്കുന്ന ഒരു ആളുകളെ സംബന്ധിച്ച് കൂടുതൽ അവർക്കൊരു വൈകാര്യത കൂടും. അതിനകത്ത് നമ്മൾ ഏത് പ്രശ്നവും അങ്ങനെയല്ലേ. ശരി, ശ്രീ ഷാജിയാണ് പ്രതികരിച്ചത്. ശ്രീ ഗൗതമാണ് കാസർഗോഡ്. ശ്രീ ഗൗതം, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? നമസ്കാരം കിരൺ. നമസ്കാരം. ഒരു പാർട്ടിയാകുമ്പോൾ പ്രശ്നമുണ്ടാകും. ചില മാധ്യമങ്ങൾ ഇതിന് ശ്രമിക്കുന്നുണ്ട്. ന്യൂസ് 18 ഞാൻ പറയുന്നത്. എന്തിനാണ് ഗൗതം എല്ലാത്തിനും ഈ മാധ്യമങ്ങളെ പിടിക്കുന്നത്? മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞത് ബിനോയ് വിശ്വവും MV ഗോവിന്ദനും ശിവൻകുട്ടിയും ഒക്കെ അല്ലേ? എന്നിട്ട് പിന്നെ മാധ്യമങ്ങളെ പഴിക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ രഹസ്യമായി നിങ്ങളുടെ കമ്മിറ്റികൾക്കുള്ളിലൊക്കെ സംസാരിച്ച് ആരും അറിയാതെ തീർത്തുകൂടായിരുന്നു. ഞാൻ പുറത്ത് വന്ന് പറഞ്ഞിട്ട് പിന്നെ മാധ്യമങ്ങളെ പഴിക്കേണ്ട കാര്യം എന്താ? ഞാൻ ഒരു കാര്യം പറയട്ടെ. വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയം ഉണ്ടായിട്ടല്ലോ ഇതിലൊപ്പിട്ടത്. അദ്ദേഹത്തിന് നാളെ RSSലേക്ക് പോകും എന്ന് വിചാരിച്ചിട്ടല്ലോ ഒപ്പിട്ടത്. അദ്ദേഹം വിചാരിച്ചെന്തിനാണ്? കുട്ടികളുടെ ഒരു പ്രശ്നത്തിൽ ഈ പരിഹാരം ഫണ്ടിലൂടെ വരുന്നുണ്ടെങ്കിൽ അത് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചല്ലേ. അത് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തിക്കൂടെ? അത് ബോധ്യപ്പെടുത്തും. അത് ഇനിയാണ് ഒപ്പിട്ട് കഴിഞ്ഞിട്ടാണ് ബോധ്യപ്പെടുത്തുന്നത്. ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടാണ് ബോധ്യപ്പെടുന്നത്. ഒരു വിവാഹത്തിന് ഒരു കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞിട്ട് ആ ചെറുക്കൻ കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊള്ളാം പെണ്ണിനെ, അല്ലെങ്കിൽ പെണ്ണ് കൊള്ളാം ചെറുക്കനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊള്ളാം എന്ന് പറയുന്ന പോലെയാണോ? ഒരു ചേട്ട അനുജ ബന്ധമാണ്. ചേട്ടാനുജ ബന്ധമൊന്നും കണ്ടില്ല. അവര് മന്ത്രിസഭയിൽ ആ മന്ത്രിമാർ 2 തവണ ചോദിച്ചു. അപ്പോൾ ഇതെല്ലാം ഒപ്പിട്ടിട്ട് നിൽക്കുന്ന ആളുകൾ, മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നു, രണ്ടുപേരും ഒരക്ഷരം മിണ്ടിയില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മളുടെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഇല്ലേ ബിനോയ് വിശ്വം, നിങ്ങളുടെ മാധ്യമത്തിന്റെ നൃത്തത്തിലാണ് അദ്ദേഹം തുള്ളിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മാധ്യമത്തിന്റെ നൃത്തത്തിന് തുള്ളുന്ന ആളൊന്നും അല്ല CPIയുടെ സംസ്ഥാന സെക്രട്ടറി. അങ്ങനെയുള്ള പാർട്ടി എന്തിനെങ്കിലും പിന്നെ കൂടെ കൊണ്ടു നടക്കുന്നത് അതൊന്നും പറയരുത്. അതൊന്നും ശരിയല്ല. താങ്കൾ അങ്ങനെ CPI പോലെ പാർട്ടിക്ക് അവർക്ക് നിലപാടില്ലേ? അവരങ്ങനെ മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് നിലപാടെടുക്കുന്ന പാർട്ടിയാണോ CPI? അവർ നിലപാടിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ വിമർശിക്കാം. അല്ലാതെ മാധ്യമങ്ങൾ പറയുന്ന പോലെ തുള്ളുന്ന ആളാണ് ബിനോയ് വിശ്വം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ താങ്കൾക്ക് അങ്ങനെ ആള് നയിക്കുന്ന പാർട്ടി ഇടതു മുന്നണിയിൽ കൊണ്ടുപോകുക തന്നെ ചെയ്യരുതല്ലോ. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇതേ കിരൺ മനു ഇന്നലെ വിളിച്ചിട്ടാകുമ്പോൾ എന്നോട് ചോദിച്ചു, CPIയുടെ ASFന്റെ സംസ്ഥാന അംഗം, ഹലോ ഇതിനകത്ത് എന്തെങ്കിലും ന്യായം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇന്നലത്തെ കാര്യമൊക്കെ പോട്ടെ, പറ. അതെ, പറഞ്ഞേക്ക്. ASFന്റെ അംഗം കാവി നിറമുള്ള വസ്ത്രം കാണുമെന്നാണ് പറഞ്ഞു എന്നാണ് മനു പറഞ്ഞത് ഇന്നലെ. CPI ASFന്റെ നേതാവ് പറഞ്ഞു. SFIക്കാരുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുമ്പോൾ അവരുടെ വാചകങ്ങളൊക്കെ കടുപ്പം ഉണ്ടാവുകയും അതൊക്കെ ചെയ്യും. നമുക്കിപ്പോൾ അതൊന്നും അല്ല വിഷയം. അതിന് ഇത് കുറെ കൂടി CPM-ഉം CPI-യും തമ്മിലുള്ള ഒരു തർക്കമായി നിൽക്കുകയാണ്. അതിൽ എന്താണ് പരിഹാരം എന്നുള്ളതാണ് ചോദ്യം. പരിഹാരം കാണും. നാളെ ഒരു യോഗമുണ്ടല്ലോ, അതിൽ പരിഹാരം കാണും. ശരി, ഓക്കെ. ഗൗതം എപ്പോഴും മാധ്യമങ്ങളെ പഴിക്കാനുള്ള ശീലം എല്ലാത്തിനും ഇടയ്ക്കൊക്കെ മാധ്യമങ്ങളെ പഴിച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കുന്നത് നല്ലതാണ്. ശ്രീ ഗൗതം. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്ന്. ശ്രീ റഷീദ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എങ്ങനെയായിരിക്കും ഇത് പരിഹാരം ഉണ്ടാവുക? CPI ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വൻ
പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തവും ശക്തവും വളരെ കൃത്യവുമാണ്. കാരണം ഒരു മുന്നണി സംവിധാനത്തിൽ കൂട്ടുത്തരവാദിത്തമുള്ള ഒരു സർക്കാർ ആകുമ്പോഴേ, ഒരു നയ തീരുമാനം എടുക്കുമ്പോഴേ ഒരേ നയത്തിൽ പോയ ആളുകൾ പെട്ടെന്ന് കളം മാറി അന്വേഷിക്കാതെ പറയാതെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു പ്രതികരണം ഉണ്ടല്ലോ. ആ പ്രതികരണം തന്നെയാണ് വിനയ് വിശ്വന്റെ ഭാഗത്തുനിന്ന് നമ്മൾ കേട്ടത്. ആ രീതി ഒട്ടും ശരിയല്ലല്ലോ. ആ രീതിയോടാണ് നമുക്ക് ഇവർക്ക് എതിർപ്പുള്ളത്. ഈ ഒരു കാര്യം ഇന്ന് വളരെ വ്യക്തമായിട്ടുള്ള സുരേന്ദ്ര പറഞ്ഞിക്ക് ഇതിൽ എന്താ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് വളരെ വ്യക്തമായിട്ടുള്ള പറഞ്ഞിക്ക. സുരേന്ദ്ര പറഞ്ഞതെന്നറിയോ? ഗോൾവാൾക്കറെ പഠിപ്പിക്കും, ഗോഡ്സെയെ പഠിപ്പിക്കൂ, ഉപാധിയെ പഠിപ്പിക്കും, പിണറായിയെ കൊണ്ട് തന്നെ പഠിപ്പിച്ചു. എങ്ങനെയുണ്ട് ഇതിന്റെ ഭവിഷ്യത്ത് എത്രമാത്രം ഉണ്ടെന്ന് അത് താങ്കൾക്ക് ഇതൊക്കെ സുരേന്ദ്രൻ പറയുമ്പോൾ ഇത്ര സന്തോഷം തോന്നാനുള്ള കാരണം എന്താണ്? സന്തോഷം തോന്നുന്നതല്ല. കാരണം ഒരു മുന്നണി സംവിധാനത്തിൽ ചെയ്യേണ്ട ഒരു മര്യാദയുണ്ട്. ഈ വലിയേറ്റ മനോഭാവം ഉണ്ടാവാൻ പാടില്ലല്ലോ. എല്ലാവരെയും കൂടി ആലോചിച്ചും ചിന്തിച്ചും ചെയ്യേണ്ട പ്രവൃത്തി ആരോട് ഒരു സുപ്രഭാതത്തിൽ പ്രധാനമന്ത്രിയെ കാണുന്നു, മറ്റൊരു സുപ്രഭാതത്തിൽ ഒപ്പിടാൻ പോകുന്നു, മറ്റൊരു അവസരത്തിൽ 22-ാം തീയതി മന്ത്രിസഭാ യോഗം, അതിന്റെ ഇടയിൽ മുന്നണി നേതാക്കളുമായി ചർച്ച. പക്ഷെ ഇതിലൊന്നും ഈ ചർച്ചയെ വരുന്നില്ല. ഇങ്ങനെ ഒപ്പിട്ടൊരു കാര്യം പറയുന്നില്ല. ഇങ്ങനെ ഒരു അപ്പൊ എന്തോ ഒരു ഡീലുണ്ടോ കിരൺ? എന്തായാലും അങ്ങനെ ഡീലുള്ളതാ എന്റെ അറിവിൽ എന്തായാലും ഇല്ല. ഓക്കെ അപ്പൊ എന്തോ ഒരു ദുരൂഹതയുണ്ട്. നമുക്ക് ഏതായാലും കാത്തിരുന്ന് കാണാം. ശരി ശ്രീ റഷീദ്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാനാണ് സാധ്യതയുള്ളത്? അല്ല, ഇതിപ്പോ CPI നല്ല സ്റ്റാൻഡ് കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞാല് ഒരു ഡേറ്റ് കൊടുക്കുക. ഒക്ടോബർ 31 പ്രശ്നം പരിഹരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പിന്തുണ പിൻവലിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കോവൂർ കുഞ്ഞുമോഹൻ, ഈ ആനയി രാജുമോഹന്, ചേവർകോവിൽ മോഹന്, നമ്മുടെ ഈ വീരകുമാറിന്റെ മറ്റേ KP മോഹൻ മോഹൻ എല്ലാം ആക്കാൻ തയ്യാറായി നിൽക്കുക. അതുകൊണ്ട് സ്റ്റഡി നിന്നാൽ മതി. പിന്നെ ഒരു കാര്യമോ, CPMന്റെ വേറെ ഉദ്ദേശമൊന്നുമില്ല. CPM ചിന്തിച്ച് അടുത്ത 2 മാസം പെൻഷൻ കൊടുക്കണം. ഈ എലക്ഷന് മുമ്പായിട്ട് ഒരു മാസം കുടിശ്ശിക കിടക്കും. തൽക്കാലം ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഒരു തിരുവന നടത്താം. ഈ വിദ്യാഭ്യാസ ചെലവാക്കുന്നില്ലല്ലോ. തൽക്കാലം തിരുവന നടത്താം. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസരിച്ച് നമ്മൾ കേരളത്തിലെ സംസ്ഥാനത്തെ ഈ കരിക്കുലം തീരുമാനിക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിക്കാണ്. പിന്നെ നമുക്ക് വേറെ ഈ BJPക്കാർ പറഞ്ഞ കാര്യമൊന്നുമില്ലല്ലോ. ദേശീയ വിദ്യാഭ്യാസ നയം എവിടെയെങ്കിലും നിൽക്കട്ടെ. ഓരോ സംസ്ഥാന ഗവൺമെന്റ് കരിക്കുലം തീരുമാനിക്കുന്നത് ഓരോ സംസ്ഥാന ഗവൺമെന്റാണ്. അതുകൊണ്ട് ഈ CPMന് ഈ ഭാഗത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവരെ ഉദ്ദേശിച്ച് പൈസ CPM എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാണ്ട് പൊറുതി കൂട്ടിയ ഗവൺമെന്റ്. അപ്പൊ എങ്ങനെയെങ്കിലും സർക്കാർ ഈ 1500 കോടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു തിരുമല നടത്തിയിട്ട് ആ പെൻഷനും കൊടുക്കാൻ അടുത്ത ഈ ഇലക്ഷന് മുമ്പായിട്ട് പെൻഷൻ കൊടുക്കാൻ വേണ്ടി തീരുമാനമാണ് തോന്നുന്നു ബാബു. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് ഇതിനിടയിൽ ചില യൂട്യൂബ് കമന്റുകൾ കൂടി വേഗത്തിൽ വായിക്കേണ്ടതുണ്ട്. ഇത് ചേട്ടൻ ബാവ അനിയൻ ബാവ ആണ് ഇത്രയും പാടുപെട്ടത് എന്നൊക്കെയാണ് ശശിധരൻ പിള്ള പറയുന്നത്. എന്തായാലും മറ്റ് ചില കമന്റുകളോട് എത്ര പെട്ടെന്നാണ് ഭായി ഭായി ആയിരുന്നവർ ഇന്ത്യ പാകിസ്ഥാൻ പോലെ ആയത് എന്ന് ശശിധരൻ പിള്ള തന്നെ ചോദിക്കുന്നു. കൃഷ്ണകുമാർ പറയുന്നു ഗവൺമെൻറ് സ്കൂൾ പഠിപ്പിച്ച് കുട്ടികൾ കേരളത്തിൽ നിന്ന് ഓടുന്നു എന്ന് പറയുന്നു. എന്തായാലും ശ്രീ കൃഷ്ണകുമാർ, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല എന്തായാലും രാജ്യത്തിന് തന്നെ മാതൃകയായ പൊതുവിദ്യാഭ്യാസ മേഖല തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പഠിച്ച ആളുകൾ ഏത് വിദേശ രാജ്യത്തും യൂറോപ്പിലായാലും അമേരിക്കയിലായാലും ഗൾഫ് നാടുകളിലായാലും എവിടെയും പോയി അന്തസ്സായി പണിയെടുക്കാനും ജീവിക്കാനും ഒക്കെ കഴിയുന്നത്. എല്ലാ വിഭാഗം ആളുകൾക്കും വിദ്യാഭ്യാസ അവസരമുണ്ടായതും കേരളം പോലുള്ള സംസ്ഥാനത്തിന് നേട്ടമാണ്. അത് ഇനിയും മുന്നോട്ട് പോകണം, ഏറെ മുന്നോട്ട് പോകാനുമുണ്ട്. അതെല്ലാം ശരിയാണ്. പക്ഷേ നമ്മുടെ മുൻകാല നേട്ടങ്ങളെ അങ്ങനെ തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല. ചരിത്രമൊക്കെ പഠിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ശ്രീ കൃഷ്ണകുമാർ. ആൻ്റണി പറയുന്നത്, അപ്പോൾ കിരൺ പറയുന്ന അനുസരിച്ച് നാട്ടിൽ CBSE സിലബസ് പഠിക്കുന്നവരെല്ലാം ഹിന്ദുത്വ സിലബസാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ആരും ഞാൻ പറഞ്ഞൊന്നുമില്ലല്ലോ ശ്രീ ആൻ്റണി. താങ്കൾ തോക്കിനകത്ത് കയറി നിന്ന് ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ പ്രയാസമായി പോകുമല്ലോ ആൻ്റണി. VC തോമസ് പറയുന്നു, ആശയം നോക്കി ആളുകൾ സംഘടിക്കുന്നത് പണ്ടായിരുന്നു, ഇപ്പോഴത്തെ സാഹചര്യം നോക്കിയാണ് ജനങ്ങൾ പങ്കെടുക്കുന്നത് എന്നാണ് ശ്രീ VC തോമസ് പറയുന്നത്. എന്തായാലും കേരളത്തിൽ നിന്ന് ആരെങ്കിലും പുറം രാജ്യത്ത് പോയാൽ ഐ ആം കേരള എന്നാണ് പറയുക. ഐ ആം ഫ്രം ഇന്ത്യ എന്ന് ഒരിക്കലും പറയില്ല. അത് സ്റ്റേറ്റ് സിലബസ് ഉണ്ടാക്കിയ ഡിവിഷനാണ് എന്നൊക്കെ പറയുന്നു. സ്വാഭാവികമായും ശ്രീ ആൻ്റണി
മലയാളി അങ്ങനെയൊക്കെ പറയാനുള്ള കാരണം കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ മറ്റൊരു ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് നിന്നും ഒരു തൊഴിലിന് ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നാണെന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്നാണെന്ന് പറയുമ്പോൾ അവർക്ക് സവിശേഷമായ പ്രാധാന്യം കിട്ടുകയും അവർക്ക് സവിശേഷമായ കൂടുതൽ അവിടുത്തെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്നവരാണ് എന്നൊരു തോന്നൽ വിദേശ രാജ്യങ്ങളുണ്ട്. അത് കാലാകാലങ്ങളിലായി മലയാളികൾ ഉണ്ടാക്കിയെടുത്ത ഒരു നേട്ടത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ഒക്കെയാണ്. അതിൻ്റെ പിൻപറ്റാൻ സ്വാഭാവികമായും ഏത് മനുഷ്യരും ശ്രമിക്കും. അതൊരു തെറ്റൊന്നുമല്ല. അത് ഇന്ത്യയോട് എന്തെങ്കിലും വിരോധം ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും അല്ല. നമ്മുടെ നാടിൻ്റെ പേര് പറഞ്ഞാൽ കൂടുതൽ തൊഴിലിന് സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് അവർ കൂടുതൽ പേര് പറയുന്നു, അത്രയേ ഉള്ളൂ. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കളുടെ പാർട്ടി മുന്നണിയിലോ അല്ലെങ്കിൽ മന്ത്രിസഭയിലോ എവിടെയും ചർച്ച ചെയ്യാതെ CPI എന്ന പറയുന്ന മുന്നണിയിൽ രണ്ടാമത്തെ ഘടകകക്ഷിയെ ഇരുട്ടിൽ നിർത്തിയെടുത്ത തീരുമാനം, അതിനെതിരെയാണ് അവരിപ്പോൾ പ്രതിഷേധിക്കുന്നത്. അപ്പോൾ ഒരു തിരുത്തലിന് CPM തയ്യാറാവാൻ സാധ്യതയുണ്ടോ? നമസ്കാരം. നമസ്കാരം. ഈ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോഴാണല്ലോ 1964 ഈ പാർട്ടികൾ രണ്ടായത്. അതിനുശേഷം 15 കൊല്ലത്തോളം CPI കോൺഗ്രസിന്റെ കൂടെ നിന്ന് രാജ്യം ഭരിച്ചു, കേരളം ഭരിച്ചു. അവര് അടിയന്തരാവസ്ഥയ്ക്ക് വരെ കൂട്ടുനിന്നു. ഇത്ര ആദർശം പറയുന്നവര് അടിയന്തരാവസ്ഥയ്ക്ക് വരെ കൂട്ടുനിന്നു. വീട്ടിലിരുന്ന പിണറായി വിജയനെ, MLA ആയിരുന്ന പിണറായി വിജയനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇടിച്ച് അടച്ച് രക്തം തുപ്പിച്ചു. അന്നപ്പോ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് CPIയുടെ അച്യുതമേനോനായിരുന്നു. ഇതൊന്നും വിളിച്ചു പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളല്ല, പക്ഷെ പറയേണ്ടി വരും. അങ്ങനെ ആദർശം പറയുന്നവര് ഇതൊക്കെ ചെയ്തവരാണെന്നുള്ള ഓർമ്മ വേണം. അപ്പോൾ അവര് മുൻകാല ചെയ്തികൾ മോശമായതുകൊണ്ട് അവരിനി ആദർശം പറയുക വേണ്ട എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾക്ക് മുൻകാലത്ത് ചെയ്തിട്ടുണ്ട്. അവരെ തെറ്റിരുത്തി അവരുടെ ഒരു മുഖ്യമന്ത്രി രാജിവെച്ചിട്ടല്ലേ ഇടതുമുന്നണി ഉണ്ടാക്കിയത്? അവർ മുഖ്യമന്ത്രി സ്ഥാനം കളഞ്ഞിട്ടല്ലേ ഇടതുമുന്നണിയിലേക്ക് വന്നത്. അപ്പോൾ അവർക്കും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തെറ്റുകളുടെയും ശരികളുടെയും ഒക്കെ ഒരുപാട് ചരിത്രമുണ്ട്. അതല്ലല്ലോ ഇപ്പോൾ പരിശോധിക്കേണ്ടത്. ഇപ്പോഴത്തെ നിലവിൽ ഈ ഇടതുമുന്നണി രൂപപ്പെട്ട ശേഷം CPIയും CPIയും എല്ലാം അതേ ഇടതുമുന്നണിയിൽ തന്നെയാണല്ലോ നിൽക്കുന്നത്. അതിനേതെങ്കിലും തരത്തിൽ ഒരു കാലത്തും ഒരു മാറ്റം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അവർ അഭിപ്രായം പറയരുത്, നിങ്ങൾ പണ്ട് ചെയ്തൊരു തെറ്റുണ്ട് എന്നാണോ പറയേണ്ടത്? താങ്കൾ കഴിഞ്ഞ 50 മിനിറ്റായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയല്ല. ഈ ചോദ്യങ്ങളെല്ലാം ഞാൻ കേട്ടതാ. പിന്നെ റിപ്പീറ്റ് ചെയ്യരുത് പ്ലീസ്. ഒന്നാമത് സമയമില്ല. ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാല്, ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോ ഈ കേരള സർക്കാരിന്റെ അവസ്ഥ ഇപ്പൊ വളരെ ദയനീയമാണ്. പൈസ ഇല്ലാതെ കഷ്ടപ്പെടുകയാണ്. കുറെ അധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇനി 6 മാസം പോലും ഇല്ല ഭരണം തീരാൻ വേണ്ടിയിട്ട്. അതിനു മുമ്പ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം. കുറെ പൈസയുടെ ആവശ്യമുണ്ട്. അതനുസരിച്ച് ഉള്ള ഒരു കാര്യമാണ് ഇപ്പൊ കേരള സർക്കാർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് CPMഉം വിദ്യാഭ്യാസ മന്ത്രിയും CPIക്കാരോടും നാടിനോടും പറഞ്ഞത് എന്താണ്, ഈ പറയുന്ന എന്തെങ്കിലും ഹിഡൻ അജണ്ട നടപ്പിലാക്കേണ്ടി വരികയാണെങ്കിൽ, സ്കൂൾ സിലബസ് നടപ്പിലാക്കേണ്ടി വരികയാണെങ്കിൽ അത് ഞങ്ങൾ ചെയ്യില്ല എന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് CPMന്റെ നേതാക്കന്മാരും വിദ്യാഭ്യാസ മന്ത്രിയും. അത് കേട്ട് തൽക്കാലം CPI അടങ്ങുകയാണ് വേണ്ടത്. അല്ലാതെ ഇങ്ങനെ ചാടി പുറപ്പെട്ടു കഴിഞ്ഞാൽ ചെന്ന് അവസാനിക്കുക ദുരന്തത്തിലായിരിക്കും. ദുരന്തം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇടതുപക്ഷത്തിന്റെ ഭരണം നഷ്ടമാകും. ഈ പറഞ്ഞ പോലെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് മനസ്സിലാക്കി അതിനുള്ള വിവേകം കാണിക്കുകയാണ് CPI ചെയ്യേണ്ടത് ഈ സമയത്ത്. ശരി, അവരെ കുറിച്ച് ബോധ്യപ്പെടുത്താതെ ഈ കാര്യം ചെയ്തതിൽ താങ്കൾ ഒരു തെറ്റ് കാണുന്നുമില്ല. ഞാൻ പറഞ്ഞ പശു ചത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വായിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞ സംഭവിച്ചതിന് ശേഷമുള്ള അതിനെക്കുറിച്ച് തള്ളി പറഞ്ഞിട്ട് വേണ്ട ഇതൊക്കെ പറയാൻ. ഇതിനെ അവരുടെ സ്വകാര്യ ചർച്ചകൾ പറയുന്നുണ്ടാവും. അതങ്ങനെ പറയാതിരിക്കില്ല. അതിന്റെ കാര്യങ്ങളൊക്കെ സമയം അവസാനിക്കുന്നതാണ്. ശ്രീ സിദ്ദിഖ്, താങ്കൾ വേഗത്തിൽ സംസാരിക്കാം. അങ്ങനെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പൊ ചെയ്യേണ്ടത് ഈ പറഞ്ഞ ഉറപ്പ് മുഖവിലേക്ക് എടുത്തുകൊണ്ട് CPI തൽക്കാലം അടങ്ങുകയാണ് വേണ്ടത്. ഇല്ലെങ്കിൽ ശ്രീ സിദ്ദിഖാണ് വടക്കാഞ്ചേരിയിൽ നിന്ന്. ശ്രീ സിദ്ദിഖ്, താങ്കൾ വേഗത്തിൽ സംസാരിച്ചോളൂ. സിദ്ദിഖിൻ്റെ ടെലിഫോൺ മധ്യത്തിൽ ചില തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇത് CPI വഴങ്ങേണ്ടി വരും എന്ന് പറഞ്ഞവരും, അതല്ല CPMന്റെ ഭാഗത്തു നിന്നാണ് വീഴ്ച ഉണ്ടായത്, അതുകൊണ്ട് CPM വഴങ്ങേണ്ടി വരും എന്ന് പറഞ്ഞവരും, ഇത് ഇങ്ങനെയൊക്കെ തന്നെ ഈ പ്രശ്നം മുന്നോട്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനെ രാഷ്ട്രീയമായി മറ്റു തരത്തിൽ സമീപിച്ച ആളുകളുമൊക്കെ ഉണ്ട്. ഓരോരുത്തരുടെ രാഷ്ട്രീയ സമീപനങ്ങൾക്കും ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലടക്കം അവസാനം കൃഷ്ണൻകുട്ടിയൊക്കെ ചരിത്രത്തിൽ എങ്ങനെയാണ് CPI കോൺഗ്രസിനൊപ്പം ഭരിച്ചതെന്നും ഉള്ള തരത്തിലേക്കൊക്കെ മാറുന്നു. ബംഗാളിൻ്റെ ഉദാഹരണം ചൂണ്ടിക്കാട്ടി ചില CPIക്കാർ സംസാരിക്കുന്ന ഓരോരുത്തർക്കും അത് വൈകാരിക പ്രശ്നങ്ങൾ. എനിക്ക് തോന്നുന്നു CPIയിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുത്ത ആളുകളാണെന്ന് തോന്നുന്നു കൂടുതൽ വൈകാര്യമായി. കാരണം അവരാണ് ഇക്കാര്യത്തിൽ അപമാനിതരായി നിൽക്കുന്ന ആളുകൾ എന്നുള്ളത് കൊണ്ടാവണം ആ കൂടുതൽ വൈകാര്യത ഉണ്ടായത്. എന്തായാലും വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. നാളെയും ഇതേ സമയം News 18 പൊതുവേദി മറ്റു വിഷയവുമായി.